عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഈ വിജ്ഞാനപ്രദമായ സമ്മേളനത്തിന്റെ ആദരണീയ അധ്യക്ഷരെ, സഹപ്രവർത്തകൻ സിദ്ദീഖുൽ അക്ബർ, സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഈ പ്രഭാഷണത്തെ ശ്രദ്ധിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ കടകളിലും പരിസരങ്ങളിലും റോഡരികുകളിലും ഇസ്ലാം ശാന്തിയുടെ മതം എന്ന വിഷയം കേൾക്കുന്നതിന് വേണ്ടി വന്നിട്ടുള്ള സഹൃദയരെ, ഈ പ്രഭാഷണത്തിലൂടെ കൃത്യമായി മതത്തിന്റെ മൗലികമായ ആശയങ്ങളെ, പ്രത്യേകിച്ച് ഇന്ന് തുവക്കാട് യുവാക്കളുടെ ഹരമായി ഒരു ഫുട്ബോൾ മത്സരം നടക്കുന്നത് കൊണ്ട് തന്നെ ആളുകൾ അതിന്റെ ലഹരിയിലാണ് എന്ന് മനസ്സിലാക്കുകയാണ്. പടച്ചതമ്പുരാന്റെ മഹത്തായ അനുഗ്രഹമുണ്ടെങ്കിൽ ആർക്കും മനസ്സിലാകുന്ന വിധത്തിൽ വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക വചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഹൃദയം തുറന്ന് സംസാരിക്കുകയാണ്. പരമകാരുണ്യകനായ അല്ലാഹുവേ, ഇത് മരണാനന്തരം വരാനിരിക്കുന്ന സംഭവ ബഹുലമായ ജീവിതത്തിൽ ഉപകരിക്കുന്നതാവണമേ എന്ന പ്രാർത്ഥനയോടെ ഈ പ്രസംഗത്തിന്റെ ആപാദചൂട മേഖലകളിൽ പ്രമാണനിബദ്ധമായി തീരുവാൻ
പൈശാചികമായ പ്രേരണ ഇല്ലാതിരിക്കുവാൻ അല്ലാഹുവേ നിന്റെ അനുഗ്രഹം ആവശ്യമാണ്. പരമകാരുണ്യക അളവറ്റ ദയാപര പ്രതിഫല ദിവസത്തിന്റെ നാഥ അത് നിന്നോട് ചോദിക്കുകയും സത്യാന്വേഷികളായി പ്രതീക്ഷയോടെ വന്നു ചേർന്നിട്ടുള്ള ഈ ജനങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിച്ച് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. വൈകാരികതകൾക്കപ്പുറത്ത് വിചാരപരമായ ഒരു ലോകമുണ്ട് എന്ന തിരിച്ചറിവാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ അനിവാര്യമായിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ സംസാരത്തെ ശ്രദ്ധിച്ച് കേട്ട് വിലയിരുത്തി പഠിച്ച് ഉൾക്കൊണ്ട് ജീവിതത്തെ മാതൃകായോഗ്യമാക്കി തീർക്കണമെന്ന് തുടക്കത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇസ്ലാം ശാന്തിയുടെ മതം എന്ന് ഒരു ക്ഷമാപണത്തിന്റെ സ്വരത്തിൽ അവതരിപ്പിക്കുകയില്ല നമ്മളിവിടെ ചെയ്യുന്നത്. ഇസ്ലാമിനെ ലോകത്ത് തെറ്റിദ്ധരിപ്പിക്കുകയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്നത് ഇന്ന് തുടങ്ങിയ ഒരു കാര്യമല്ല. എക്കാലഘട്ടത്തിലും ചെറുതും വലുതുമായ സംഘടിതവും ഒറ്റപ്പെട്ടതുമായ നീക്കങ്ങൾ ഇസ്ലാമിക പ്രമാണങ്ങൾക്കെതിരെയും ഇസ്ലാമിക സമൂഹങ്ങൾക്കെതിരെയും ഏത് കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മളൊക്കെ അറിയുന്നു. ഇവിടെ ചില കാര്യങ്ങൾ ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ടല്ലോ. ഇസ്ലാമിക സമൂഹം എന്ന് പറയുന്ന ഒരു വലിയ സമൂഹം ഇവിടെ ജീവിക്കുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് ഇന്ത്യയെ പോലെയുള്ള ഒരു ബഹുസ്വരത നിലനിൽക്കുന്ന ഒരു നാട്ടിൽ, വ്യത്യസ്ത മതങ്ങളിലും ചിന്തകളിലുമുള്ള ആളുകൾ ജീവിക്കുന്ന ഒരു നാട്ടിൽ മുസ്ലിങ്ങളിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്ന ഉന്നതമായ ഒരു സ്വഭാവ സംസ്കാര സംബന്ധിയായ ഒരു സംഗതി ഉണ്ടല്ലോ. വാസ്കോ ഡി ഗാമ കാപ്പാട് വന്ന് ഇറങ്ങുന്നതിന് മുമ്പുണ്ടായിരുന്ന ഒരു മുസ്ലിം പിക്ചർ ഉണ്ടായിരുന്നു കേരളത്തിൽ. വാസ്കോ ഡി ഗാമ കേരളത്തിലേക്ക് വരുന്നത് വ്യാപാര സംബന്ധിയമായ ലക്ഷ്യത്തോടെയല്ല എന്നുള്ളത് ചരിത്ര പണ്ഡിതന്മാർക്കും വിദ്യാർത്ഥികൾക്കും അറിയാവുന്ന കാര്യമാണ്. ക്രൈസ്തവ പ്രബോധനത്തിന്റെ മിഷണറി വർക്കുമായി അതിനെ കണ്ടക്ട് ചെയ്യുന്ന മതവിരുദ്ധ സമീപനങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ഒരുതരം ക്രൂരമായ മനസ്സിന്റെ ഉടമയായിട്ടാണ് വാസ്കോ ഡി ഗാമ കേരളത്തിന്റെ മണ്ണിലേക്ക് വന്നത്. അതിന് മുമ്പുണ്ടായിരുന്ന കേരളത്തിലെ മുസ്ലിമീങ്ങളെ കുറിച്ച് മലബാർ മാനുവൽ എഴുതിയിട്ടുള്ള പ്രഗത്ഭനായ ചരിത്ര പണ്ഡിതൻ ഒരു വലിയ സുവർണ കാലഘട്ടമുണ്ടായിരുന്നു. മുസ്ലിം സമൂഹത്തിന് എന്നും ഓർക്കാനുള്ള ഇസ്ലാമിക സംസ്കൃതിയുടെ സുവർണ കാലഘട്ടം എന്ന് വിളിച്ച ഒരു കാലഘട്ടമുണ്ടായിരുന്നു ഇസ്ലാമിക സമൂഹത്തിന്. നല്ല ഓർമ്മകൾ പൂത്തുല്ലസിച്ച് നിൽക്കുന്ന വല്ലാത്ത ഒരു കാലഘട്ടമുണ്ടായിരുന്നു മുസ്ലിം സമൂഹത്തിന്. ചതിക്കാത്ത, വഞ്ചിക്കാത്ത, സമാധാനപ്രിയരായ, ശാന്തഗംഭീരമായി ഈ ഭൂമിയിൽ ജീവിച്ച് നല്ല ഭർത്താവായി, നല്ല ഭാര്യയായി, നല്ല കച്ചവടക്കാരനായി, നല്ല അയൽവാസിയായി, നല്ല മതപ്രബോധകനായി മുസ്ലിങ്ങളിലെ ഓരോ വിഭാഗത്തിൽപ്പെട്ടവരും ജീവിച്ച ഒരു നല്ല കാലം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ന് മുസ്ലിം സമൂഹം ഛിന്ന ഭിന്നമാവുകയും പക്ഷപാതപരമായി വിഷയങ്ങളെ നോക്കിക്കാണുകയും അവനവന്റെ പക്ഷമാണ് ശരിയെന്ന് ശാഠ്യം പിടിക്കുകയും പ്രമാണങ്ങൾ എത്ര തന്നെ വ്യക്തമായി സൂചിപ്പിച്ചു കൊടുത്താലും അവിടേക്ക് എത്തി നോക്കാൻ സന്മനസ്സില്ലാതെ ജാഹിലിയത്തിന്റെ കൂരിരുട്ടിൽ തന്നെ ജീവിച്ച് മരിക്കാൻ ഉറപ്പിച്ച് തീരുമാനിച്ച ഒരു ജനപദത്തിന്റെ മുമ്പിലാണ് ഞാനും നിങ്ങളും എഴുന്നേറ്റ് നിൽക്കുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാവണം. അറിയുക, ലോകത്ത് ഏറ്റവും ചിന്തയുടെ, ലോകത്തേക്ക് മനുഷ്യരെ കൈപിടിച്ചുയർത്തിയ വിശുദ്ധ ഖുർആൻ നമ്മുടെ കൈകളിൽ ഇന്നും വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസമില്ലാതെ നിലനിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം നാം അറിഞ്ഞോ അറിയാതെയോ മറന്നു പോവുകയാണ്. ആ ഖുർആനു ശരീഫിന്റെ വ്യാഖ്യാനമായി സംഭവബഹുലമായി പ്രവാചക തിരുമേനി ജീവിച്ചു പോന്ന 23 കൊല്ലക്കാലം എന്നത്
പ്രത്യേകമായി പ്രസ്താവിക്കേണ്ട ചരിത്രത്തിലെ ഒരു വല്ലാത്ത കാലഘട്ടമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച ഈ 23 കൊല്ലം അതിനു മുമ്പ് ലോകത്ത് അത്തരമൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. അതിനുശേഷവും അത്തരമൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. എനിക്ക് മുസ്ലിങ്ങളോട് ചുവക്കാട് പോലെയുള്ള ഒരു പ്രദേശത്ത് അമുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്ത് ഒരു പ്രസംഗത്തിന് പ്രസക്തി ഇവിടെ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നാൽ കുറച്ച് ആളുകൾ ഉണ്ടാവില്ലേ? തീർച്ചയായും ഉണ്ടാകും. അവരെയും പരിഗണിക്കേണ്ടതില്ലേ? തീർച്ചയായും. എന്നാൽ ഇവിടെ മുസ്ലിങ്ങളോട് വളരെ ശാന്തമായി കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കാൻ ഞാൻ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ആരാണ്? നമ്മൾ എന്തിനാണ് മുസ്ലിം കുടുംബത്തിലെ സമൂഹത്തിലെ മെമ്പറായത്? എന്തിനാണ്? ഇതര മതവിഭാഗങ്ങളിൽ നിന്ന്, ജനവിഭാഗങ്ങളിൽ നിന്ന് ഞാനൊരു മുസ്ലിമാണ്, ഇസ്ലാമിക സമൂഹത്തിലെ ഒരു മെമ്പറാണ് ഞാൻ എന്ന് പറയാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന അടിസ്ഥാനപരമായ ഘടകം എന്താണ്? കള്ളു കുടിക്കുന്ന ഒരു മുസ്ലിം, പലിശക്ക് കൊടുക്കുന്ന വാങ്ങുന്ന ഒരു മുസ്ലിം, ഹറാമുകളിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഒരു മുസ്ലിം ഇതര മത സമൂഹവുമായി എന്തിന് വേർപെട്ട് നിൽക്കണം എന്നത് ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇസ്ലാം എന്ന പദം നിങ്ങൾ നോക്ക്, എത്ര വിശദീകരിക്കപ്പെട്ടു കേരളക്കരയിൽ. കേരളക്കരയിൽ ഇസ്ലാമിനെ വിശദീകരിക്കപ്പെട്ടതുപോലെ ലോകാടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ വലിയ പ്രദേശങ്ങളിലൊന്നും ഇക്കാലഘട്ടത്തിൽ ഇത്ര ശക്തമായി ഇസ്ലാമിനെ ഉദ്ഘോഷിക്കുന്ന, പ്രസംഗിക്കുന്ന മറ്റു സദസ്സുകൾ കുറവല്ലേ? ഏറെ മുസ്ലിം സംഘടനകളുള്ള ഒരു നാടല്ലേ ഇത്? കുറ്റകൃത്യങ്ങളിൽ മുസ്ലിങ്ങളുടെ എണ്ണം പെരുകി വരുന്നു. എന്തുകൊണ്ട്? എല്ലാ തിന്മകളിലും മുസ്ലിങ്ങളുടെ സംഖ്യാബലം കൂടിക്കൂടി വരുന്നു. എന്തുകൊണ്ട്? മറ്റുള്ളവർക്കുള്ള എല്ലാ പ്രയാസങ്ങളും, ബുദ്ധിമുട്ടുകളും, ടെൻഷനുകളും, ആത്മഹത്യകളും, മയക്കുമരുന്നുകളിൽ അഭയം കണ്ടെത്തലും, ലഹരി പദാർത്ഥങ്ങളുടെ അടിമകളാകലുമൊക്കെ ഈ സമൂഹത്തിന്റെയും കൂടി പ്രശ്നമാണെങ്കിൽ തീർച്ചയായും ഒരു മതം എന്ന നിലയിൽ മതത്തെ വിലയിരുത്തപ്പെടേണ്ടതുണ്ട് ഈ കാലഘട്ടത്തിൽ. നിങ്ങളെല്ലാവരും ആലോചിച്ചു നോക്കൂ, ശാന്തതയുള്ള ഒരു മതത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇസ്ലാം ശാന്തിയുടെ മതമാണ് എന്ന് ലോകത്തോട് നമ്മൾ വിളിച്ചു പറയുകയാണല്ലോ. ആ വിളിച്ചു പറയുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട വളരെ പ്രധാനമായ ചില കാര്യങ്ങളുണ്ടല്ലോ. നിങ്ങൾക്കറിയാം, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ കബുറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലു മാ ലാ തഫ്അലൂൻ. നിങ്ങൾ പ്രവർത്തിക്കാത്തതിനെ കുറിച്ച് നിങ്ങൾ എന്തിനു പറയണം? നിങ്ങളുടെ പ്രവൃത്തി പദത്തിലില്ലാത്ത തത്വങ്ങൾ നിങ്ങൾ പ്രഭാഷണം ചെയ്യുന്നതിലൂടെ, നിങ്ങൾ ഉപദേശിക്കുന്നതിലൂടെ, നിങ്ങൾ പ്രസംഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്നത് എന്താണ്? നിങ്ങൾ പ്രവർത്തിക്കാത്തത് പറയുക എന്നത് അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും കോപമുണ്ടാക്കുന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആൻ 61-ാം അധ്യായം സൂറത്ത് സഫിലെ 2-3 വചനങ്ങളാണ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളായിട്ടുള്ള ആളുകളെ, മുസ്ലിമീങ്ങളെ, ലിമ തഖൂലൂന മാ ലാ തഫഅലൂൻ, നിങ്ങൾ പ്രവർത്തിക്കാത്തതിനെ കുറിച്ച് നിങ്ങൾ പറയരുത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് പറയുന്നത് എന്ന ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടാവണം. ജനങ്ങളോട് നിങ്ങൾ നന്മ കൽപ്പിക്കുകയും നിങ്ങളുടെ കാര്യത്തിൽ അത് മറന്നു പോവുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം മതസമൂഹങ്ങളെ വിളിച്ച് അല്ലാഹ് താക്കീത് ചെയ്യുന്നു. ജൂതന്മാർക്കുണ്ടായിരുന്നു ഈ അവസ്ഥാവിശേഷം. ജൂതന്മാർക്ക് ഈ അവസ്ഥാവിശേഷം ഉണ്ടായിരുന്നു. ഇതൊരു പഠനമാണ്. ഇതൊരു അടിച്ചുപൊളിച്ചു പ്രസംഗിച്ച് അങ്ങനെ പോകുന്ന ഒരു പ്രസംഗമല്ല ഇത്. ഞാൻ പറയുന്നത് ഗുണകാംക്ഷ നിർഭരമായി സതുപദേശത്തിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഈ വിഷയത്തെ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. നമുക്ക് മരിച്ചു പോണം, നമുക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടണം, അള്ളാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടണം, നരകത്തിന്റെ ഭയചകിതമായ ആളിക്കത്തലുകളിൽ നിന്ന് നമുക്ക് വിമോചനം വേണം. നമ്മൾ ഓരോരുത്തരും പടച്ചതമ്പുരാന്റെ മുമ്പിൽ ചെന്ന് നിൽക്കും. അവിടെയുള്ള രക്ഷയുടെ, ശിക്ഷയുടെ വഴികളെ ശരിക്ക് പഠിച്ചു അപഗ്രഥിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് നമ്മൾ.
നമ്മൾ എന്താണ് ജനങ്ങളോട്? നിങ്ങൾ നോക്കൂ, അതഅ്മുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ് അഫലാ തഅഖിലൂൻ. അതഅ്മുറൂന അന്നാസ ബിൽ ബിർ, നിങ്ങൾ ജനങ്ങളോട് നന്മ കൽപ്പിക്കുന്നു, നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ അത് മറന്നു പോവുകയും ചെയ്യുന്നു. അല്ല, നിങ്ങൾ വേദം പാരായണം ചെയ്യുന്നവരല്ലേ? നിങ്ങൾക്ക് എന്താ സംഭവിച്ചത്? വേദം പാരായണം ചെയ്യുന്നവരെന്ന നിലയിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു തിന്മ ഉണ്ടാകാവതല്ല. എങ്ങനെയുള്ള ഒരു തിന്മ? അതഅ്മുറൂന അന്നാസ ബിൽ ബിർ വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ് അഫലാ തഅഖിലൂൻ. നിങ്ങൾ ജനങ്ങളോട് നന്മ പറയുകയും നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ അത് മറന്നു പോവുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം. നിങ്ങൾ വേദം പാരായണം ചെയ്യുന്നവരല്ലേ? സൂറത്ത് ബഖറ 2-ാം അധ്യായം 44-ാമത്തെ വചനമാണ്. സൂറത്ത് ബഖറ 2-ാം അധ്യായം 44-ാമത്തെ വചനമാണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, മാനവികത ഉണർത്തുക ഒരു പ്രഖ്യാപനമാണ്. കേരളത്തിന്റെ ചുമരുകളിൽ, പോസ്റ്ററുകളിൽ ഒക്കെ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ്. ഞാൻ ചോദിക്കുന്നു, അത് മുഴക്കിയവർക്ക് മാനവികത എന്ന മലയാള പദത്തിന്റെ അർത്ഥമറിയാമോ? മാനവികത എന്ന് പറയുന്ന സുന്ദരമായ ഒരു മലയാള പദം, നിഘണ്ടു നോക്കിയാൽ കിട്ടുന്ന ഒരു മലയാള പദം, ആ മാനവികത എന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കാരണം കേരളക്കരയിൽ മാനവികതയെ ചവിട്ടിമെതിച്ച് മാനവികത എന്ന് പറയുന്ന ആ മഹത്തായ സംഭവത്തെ കഴുത്തു ഞെരിച്ചു കൊന്ന ഒരു വിഭാഗമാണ് മാനവികത ഉണർത്തുക എന്ന മുദ്രാവാക്യം മുഴക്കുന്നത്. അതുകൊണ്ടാണ് അതഅ്മുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ് അഫലാ തഅഖിലൂൻ എന്ന് പറയുന്നു. എന്താണ് മാനവികത? എന്താണ് മാനവികത? ഇത് വിശദീകരിക്കപ്പെടേണ്ടതാണ്. എന്താണ് ശാന്തി? എന്താണ് സമാധാനം? എന്താണ് നീതി? എന്താണ് നന്മ? എന്താണ് പെരുമാറ്റം? എന്താണ് അയൽവാസിയോടുള്ള രൂപം? എങ്ങനെയാണ് നാട്ടിൽ ജീവിക്കുമ്പോൾ ഒരു വിശ്വാസി കാത്തു സൂക്ഷിക്കേണ്ട ബേസിക് പ്രിൻസിപ്പിളുകൾ എന്താണ്? ഇതെല്ലാം കൃത്യമായി സുവ്യക്തമായി പഠിപ്പിച്ച് നൽകിയിട്ടുള്ള ഒരു മതമാണല്ലോ ഇസ്ലാം. യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. A to Z അല്ലെ, അടുക്കള മുതൽ അന്താരാഷ്ട്ര തലം വരെ നീണ്ടു നിൽക്കുന്ന വിശാലമായ വിജ്ഞാനങ്ങളുടെ ഒരു ലോകം പാരാവാരം പോലെ മാനവ സമൂഹത്തിന്റെ മുമ്പിൽ വിരിച്ച് നല്ല നിലക്ക് ഹൃജുവായി അല്ലെ, തറക്തുക്കും മലൽ മഹിജ്ജത്തിൽ ബൈളാ ലൈലുഹാ കനഹാരിഹാ, പ്രകാശപൂരിതമായ ഒരു പാതയിൽ നിങ്ങളെ വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ കടന്നു പോകുന്നത് എന്നത് മഹാരഥനായ പ്രവാചക ചക്രവർത്തി അഷ്റഫുൽ ഖൽഖ് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൊഴിമുത്തുകളിൽ അവസാന ഭാഗമാണ്. തറക്തുക്കും മലൽ മഹിജ്ജത്തിൽ ബൈളാ, പ്രകാശപൂരിതമായ ഇരുട്ടിലല്ല, അവ്യക്തതകളുടെ കരുനിയൽ വീണ പ്രദേശങ്ങളിലല്ല നിങ്ങളെ കൊണ്ടുപോയി ആക്കിയിട്ടുള്ളത്. മറിച്ച് സംസ്കാരത്തിന്റെ ഉന്നത സോപാനങ്ങളിലേക്ക് നിങ്ങളെ കൈപിടിച്ചുയർത്തി. ഇല്ല, ഇനി നിങ്ങളെപ്പോലെ ഉന്നതമായ ഒരു ജനപദം ലോകത്ത് വേറെയില്ല. ഇല്ല, നിങ്ങളെപ്പോലെ പെരുമാറാൻ അറിയുന്ന ഒരു ജനപദം ലോകത്ത് വേറെയില്ല. ദാനമാണ് പുഞ്ചിരി എന്ന് നിങ്ങളെ പഠിപ്പിക്കപ്പെട്ട പോലെ ലോകത്തൊരു മതവിഭാഗത്തെയും ഒരു മതഗ്രന്ഥവും മതാചാര്യനും ഇനി പഠിപ്പിച്ചു നൽകിയിട്ടില്ല. ഭാര്യയോട് ഏറ്റവും നന്നായി പെരുമാറേണ്ട ഭർതൃബാധ്യതകളുടെ ലോകം അത് നിങ്ങളുടെ മുമ്പിൽ ഇസ്ലാം അനാവരണം ചെയ്ത പോലെ ഒരു മതദർശനവും നിങ്ങളുടെ മുമ്പിൽ പഠിപ്പിച്ചിട്ടില്ല. സംസ്കാരത്തെ പൂർത്തീകരിക്കാനാണ് എന്നെ നിയോഗിക്കപ്പെട്ടത്. സൽസ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് എന്നെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്ന പ്രവാചകന്റെ വചനത്തെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനാമൃതങ്ങളെ നെഞ്ചകത്തെ കയറ്റി ജീവൽ ഗന്ധിയായ മാതൃകകളായി, അനുകരണീയമായ മാതൃകകളായി ഏത് ചിന്താധാരകളിൽ ജീവിക്കുന്ന മതസമൂഹത്തിനും മാതൃകകളായി ജീവിക്കേണ്ട മുസ്ലിം സമുദായമാണ് ഇന്നിതാ ഇവിടെ പരിതാപകരമാം വിധം മണ്ണോട് മണ്ണ് ചേർന്ന് പോകുന്നു എന്നത് വസ്തുതാപരമായ പഠനങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയണം. യുവാക്കളെ, നിങ്ങൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ലോകത്ത് നിർവഹിക്കാനുണ്ട്. യുവാക്കളെ, നിങ്ങളുടെ ഈ യൗവനമുണ്ടല്ലോ, ചരിത്രത്തിന്റെ തീജ്വാലയായി മാറേണ്ട ഈ മഹത്തായ യൗവനമുണ്ടല്ലോ,
പാൻപറാക്കിലും പാസ്പാസിലും അശീഷിലും പെത്തഡിനിലും ബ്രൗൺ ഷുഗറിലും ചെസ് ബോർഡുകളുടെ മുമ്പിലും കാരംസ് ബോർഡുകളുടെ മുമ്പിലും ഗ്രൗണ്ടിലെ ഫുട്ബോളിന്റെ മുമ്പിലും ക്രിക്കറ്റിന്റെ മുമ്പിലും സിനിമാ തിയേറ്ററിന്റെ സ്ക്രീനിന്റെ മുമ്പിലും നിങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയ നിങ്ങളുടെ യൗവനമുണ്ടല്ലോ, ഇസ്ലാമിക ലോകത്തിന്റെ ചൈതന്യത്തെക്കുറിച്ച് ലോകത്തെ പഠിപ്പിക്കാൻ ബാധ്യതയേറ്റുപോയ കഴിഞ്ഞകാല സ്വഹാബത്തിന്റെ ചരിത്രമോർക്കുകയും അവരുടെ പേര് കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹും അമ്പിയാക്കളുടെ പേര് കേൾക്കുമ്പോ അലൈഹിമുസ്സലാമും പറയുന്ന, അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോ സലാത്ത് ചൊല്ലുന്ന ഉമ്മത്തെ, നിന്റെ ചുണ്ടുകൾക്കപ്പുറത്ത് നിന്റെ ഹൃദയത്തിലേക്ക് പ്രവാചക സ്നേഹത്തിന്റെ സുന്ദരമായ തൂവൽ സ്പർശം ഉണ്ടായിട്ടുണ്ടോ എന്ന പരിശോധന, ആ പരിശോധനയിലേക്കാണ് തൂവക്കാടിന്റെ മണ്ണിൽ സമയബന്ധിതമായി ഒരു പുതിയ ലോകത്തേക്ക് നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ചിന്തകളെയും നയിച്ചു കൊണ്ടുപോകാൻ ഈയുള്ളവൻ ആഗ്രഹിക്കുന്നത്. പരമകാരുണ്യകനായ റബ്ബിന്റെ അപാരമായ കരുണയുടെ കാരുണ്യത്തിന്റെ നിഴലിൽ ഈ വിഷയം പെയ്തിറങ്ങുമ്പോൾ ഓർക്കുക, നാം ആരാണ് എന്ന ചിന്ത, നാം എന്തൊരു സംസ്കാരത്തിന്റെ ഉടമകളാണ് എന്ന് നാം അറിയുക. തൊഴിലാളികളോട് ഏറ്റവും സുന്ദരമായി പെരുമാറുകയും മുതലാളിമാരോട് ഏറ്റവും നല്ല രൂപത്തിൽ കൂറുപുലർത്തുകയും ചെയ്ത തൊഴിലാളി മുതലാളി സമൂഹത്തെ സൃഷ്ടിച്ച ഒരു മതം. പെൺകുട്ടികൾ ജനിച്ചു വീഴുമ്പോൾ പുഞ്ചിരിയോടെ സ്വീകരിച്ച് അവളെ വളർത്തിയാളാക്കി ഒരു ഭർത്താവിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നതുവരെ അവളുടെ സംരക്ഷണം ഏറ്റെടുത്ത പിതാക്കന്മാരെ സൃഷ്ടിച്ച ഒരു മതം. സ്ത്രീയെ തലോടാൻ പഠിപ്പിക്കപ്പെട്ട ഒരു മതം. സ്ത്രീ സമൂഹത്തിന്റെ സംരക്ഷണം ഏറ്റെടുക്കാൻ പഠിപ്പിക്കപ്പെട്ട ഒരു മതം. ജനിച്ചുപോയി പെണ്ണായി എന്നതിന്റെ പേരിൽ ജീവനോടെ കുഴിച്ചുമൂടിയ പെണ്ണിന് സ്ഥാനമാനങ്ങൾ നൽകി ആദരിച്ച് ബഹുമാനിച്ച് സ്ത്രീത്വത്തിന്റെ മഹിതമായ ലോകത്തെക്കുറിച്ച് ചിന്തയും പഠനങ്ങളും നടത്തി അവരെ മാതൃകായോഗ്യമായി 9 ഭാര്യമാരുടെ കൂടെ ജീവിച്ചിട്ട് ചേ എന്ന വാക്ക് പറയാതെ തന്റെ കൂടെ ജീവിച്ച ഭൃത്യന്മാരോട് മാന്യതയുടെ വാക്കുകൾ മാത്രം പറഞ്ഞ, തന്നെ കൊല്ലാൻ വാളിൽ വിഷം പുരട്ടിയവരോട് കാരുണ്യത്തിന്റെ വാക്കുകൾ മൊഴിഞ്ഞ, തന്നെ കൊല്ലാൻ ആയുധമേന്തിയവരോട് സഹിഷ്ണുതയുടെ പുതിയ ഒരു ലോകം സൃഷ്ടിച്ച, കച്ചവടത്തിന്റെ നേരും നെറിയും പഠിപ്പിച്ച, മര്യാദകളുടെ ഭൂമികകളിൽ ലോകത്തെ നിലനിർത്തിയ ഒരു പ്രവാചക ചക്രവർത്തി സ്വലാത്തിന്റെ ഈരടികൾ മുഴങ്ങുമ്പോ ഹൃദയത്തിന്റെ തന്തുക്കളിൽ പ്രവാചക സ്നേഹത്തിന്റെ മുഖമുദ്ര പതിയാതെ പോയ ഒരു പുതിയ തലമുറയോടാണ് ഈ സദസ്സിൽ വെച്ച് ഞാൻ സംസാരിക്കുന്നത് എന്ന ബോധ്യം എനിക്കുണ്ട്. വേദനിക്കുന്ന ഹൃദയം, പതിക്കുന്ന നെഞ്ചകം, ദുഃഖിതമായ ഒരു മനസ്സ്, അതാണ് ഇന്ന് ഈയുള്ളവൻ പേറിക്കൊണ്ടിരിക്കുന്നത്. അത് വെറുതെയല്ല. മുസ്ലിം ഉമ്മത്തിന്റെ സ്വഭാവങ്ങൾ കാണുമ്പോ, മുസ്ലിങ്ങളുടെ പെരുമാറ്റം കാണുമ്പോ, അല്ലാഹ് നൽകിയ ഒരു നല്ല യൗവനം പായായി പോകുമ്പോ, പ്രബോധകന്മാരുടെ എനർജി പോലും ക്ലിപ്പിങ്ങുകളുടെ ശീലകളിലും ക്ലിപ്പിങ്ങുകളുടെ ഓലകളിലും ഇന്ന് അവസാനിച്ചു പോകുമ്പോൾ, പരസ്പരമുള്ള ചളിവാരിയെറിയലുകളിൽ മാത്രമായി മതപ്രബോധനത്തെ ബന്ധിച്ചിടുമ്പോൾ, അവിടെ മുസ്ലിം സമൂഹത്തിന്റെ ദൗത്യത്തെ കുറിച്ച് ഇൻഷാ അല്ലാഹ് 20 പുത്തനത്താണിയുടെ ഹൃദയത്തിൽ ടൗണിൽ മുസ്ലിം സമൂഹം മറന്നുപോയ ദൗത്യത്തെ കുറിച്ച് അവിടെ ഓർമ്മപ്പെടുത്തുമെന്നതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ ദീർഘമായി പോകുന്നില്ല. സമാധാനമെന്ന വലിയ ഒരു ആശയം ഉൾക്കൊണ്ട ഒരു മതത്തെ നെഞ്ചകത്തേറ്റാൻ സൗഭാഗ്യമുണ്ടായോ മുസൽമാനെ? ഉണ്ടായോ? അത്തരമൊരു മതത്തിന്റെ അനുയായി ഞാനെന്ന് നെഞ്ചകം പിരിച്ച് വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ്. ഞാൻ അമലുകൾ ചെയ്യുമ്പോൾ സ്വാലിഹത്തായ അമൽ, നല്ലതല്ലാതെ സുഹൃതങ്ങളല്ലാതെ വൈകൃതങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലെന്ന് ജീവിതം കൊണ്ട് തെളിയിക്കാൻ, എടുക്കുന്ന ജോലിയിൽ ആത്മാർത്ഥത കാണിക്കാൻ, കൊടുക്കുന്ന ജീവിതത്തിൽ ബന്ധങ്ങളിൽ പവിത്രത കാത്തു സൂക്ഷിക്കാൻ, മനുഷ്യരെ കാണുമ്പോ ജാതി നോക്കാതെ മതം നോക്കാതെ ആദമിന്റെ പുത്രനാണല്ലോ എന്ന ചിന്തയിൽ പുഞ്ചിരിക്കാൻ പഠിപ്പിക്കപ്പെട്ട, തന്നെ കാണുന്ന സഹോദരന് ഹസ്തദാനം ചെയ്യാൻ പഠിപ്പിക്കപ്പെട്ട, അങ്ങനെ ജീവിതത്തിന്റെ നിഗലമണ്ഡലങ്ങളിൽ പട്ടിണി കിടക്കുന്നവന്റെ പരിതാപങ്ങളെ, അവൻ അനുഭവിക്കുന്ന ദുഃഖങ്ങളെ, അവൻ അനുഭവിക്കുന്ന പശിയെ ഭക്ഷണം കൊടുത്ത് മൃഷ്ടാന്ന ഭോജനം നടത്തി അവന് സൗഖ്യം നൽകാൻ പഠിപ്പിക്കപ്പെട്ട ഒരു മതദർശനത്തിന്റെ അനുയായികൾ. പരമകാരുണ്യകനും അളവറ്റ ദയാപരനും ലോകത്തിന്റെ തമ്പുരാനും അധിപതിയുമായ തമ്പുരാന്റെ ഏകത്വത്തെ നെഞ്ചകത്തേറ്റി അവന്റെ മുമ്പിൽ പ്രയാസങ്ങൾ ഇറക്കി വെച്ച് അവനോട് പ്രാർത്ഥിച്ച് അവന്റെ മുമ്പിൽ നേർച്ച നേർന്ന് ആരാധനകളുടെ വിവിധ ഭാഗങ്ങളെ അവന് മാത്രം സമർപ്പിച്ച് ജീവിക്കാൻ പഠിപ്പിക്കപ്പെട്ട ഒരു ഉത്തമ തലമുറയുടെ അവസ്ഥാവിശേഷം എന്ത്? അത് പഠിക്കേണ്ടതല്ലേ? അയൽപ്പക്ക ബന്ധത്തിന്റെ മാസ്മരികമായ ഒരു ലോകത്തേക്ക് സ്വന്തം വീടുകളിൽ ഉണ്ടാക്കുന്ന ആട്ടിറച്ചിയിൽ അല്പം വെള്ളം ചേർത്തെങ്കിലും അത് നേർപ്പിച്ച് അയൽവാസിയുടെ മതം നോക്കാതെ, ജനപദം നോക്കാതെ, ഭാഷ നോക്കാതെ, ചിന്തകൾ നോക്കാതെ
അവന് കൊണ്ടുപോയി കൊടുക്കാൻ പഠിപ്പിക്കപ്പെട്ട, ശരീരത്തിൽ നിന്ന് വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് തൊഴിലാളിയുടെ കൂലി കൊടുക്കാൻ പഠിപ്പിക്കപ്പെട്ട, ഓവർ ടൈം ജോലി ചെയ്താൽ കൂലി കൂട്ടിക്കൊടുക്കണമെന്ന് പഠിപ്പിച്ച, നിന്റെ കൂടെ സ്ഥിരമായി ജോലി ചെയ്യുന്നവന് നിന്റെ ഡൈനിങ് ടേബിളിൽ ഇരുത്തി ഭക്ഷണം കൊടുക്കണമെന്ന് പഠിപ്പിച്ച, നിന്റെ കൂടെ ജീവിക്കുന്നവന് പറ്റുമെങ്കിൽ നിന്റെ കൈകൊണ്ട് ഒരു പിടി ഭക്ഷണം വാരി കൊടുക്കണമെന്ന് പഠിപ്പിച്ച, നിന്റെ മുതലാളി കണ്ടാലും ഇല്ലെങ്കിലും നീ വാങ്ങുന്ന കൂലിക്കനുസരിച്ച് ജോലി ചെയ്യണമെന്ന് പഠിപ്പിച്ച, അയാളുടെ മുതൽ നശിപ്പിക്കരുത് എന്ന് പഠിപ്പിച്ച, അയാൾ നിന്റെ സഹോദരനാണെന്ന് പഠിപ്പിച്ച, ഉന്നതമായ മാനവിക ബന്ധങ്ങളുടെ മഹിത ലോകത്തേക്കുള്ള ഇസ്ലാമിക ലോകത്തിന്റെ ഉന്നതമായ ഒരു കടന്നുപോക്ക് കഴിഞ്ഞ ഇന്നലകളിൽ ഉണ്ടായിരുന്നു. അതാണ് ഇസ്ലാമിക സംസ്കൃതിയുടെ ഇന്നലകളിൽ ഇസ്ലാം കാത്തുസൂക്ഷിച്ച മൂല്യങ്ങളെ ഓർമ്മപ്പെടുത്തേണ്ടി വരുന്ന ഒരവസ്ഥാവിശേഷമാണ് ഇന്ന് മുസ്ലിം സമുദായത്തിൽ. അതുകൊണ്ട് തന്നെ ഒരു മതം മനുഷ്യന്റെ ജീവിതത്തിൽ എങ്ങനെയാ ഇടപെടുന്നത്, ആ മതം മനുഷ്യന്റെ ജീവിതത്തിൽ എങ്ങനെയാ പരിവർത്തനം ഉണ്ടാക്കിയത്, അതാണ് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഉള്ളത്. നിങ്ങൾക്കറിയാം, ലോകപ്രസിദ്ധരായ മനഃശാസ്ത്രജ്ഞന്മാർ മനുഷ്യരുടെ സ്വഭാവങ്ങളെ, മനുഷ്യരനുഭവിക്കുന്ന ദുരന്തങ്ങളെ, ആത്മഹത്യകളെ, അവന്റെ ജീവിതത്തിലെ കൗടംബിക വിച്ഛേദനങ്ങളെ, അഥവാ ഭാര്യയോടുള്ള ബന്ധങ്ങൾ വിച്ഛേദിക്കുന്ന, ഭാര്യയുമായുള്ള ബന്ധങ്ങൾ ശിഥിലീകരിക്കപ്പെടുന്ന, മക്കളുമായുള്ള ബന്ധങ്ങൾ ശിഥിലീകരിക്കപ്പെടുന്ന കാരണങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങിയ ഒരുപാട് ആളുകൾ ലോകപ്രസിദ്ധരായ മനഃശാസ്ത്രജ്ഞന്മാരിൽ നമുക്ക് കാണാൻ കഴിയും. പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായിരുന്ന വിൻസെന്റ് പീലിയുടെ അടുക്കൽ ഒരു മഹാനായ കോടീശ്വരൻ അയാൾ വന്നിട്ട് പറഞ്ഞു, എനിക്ക് കോടികളുടെ ആസ്തിയുണ്ട്, സമ്പാദ്യം ഒരുപാടുണ്ട്, കയറിക്കിടക്കാൻ വലിയ കൊട്ടാരമുണ്ട്, സഞ്ചരിക്കാൻ ശീതീകരിച്ച സമുന്നതമായ കാറുകളുണ്ട്, ലോകത്ത് പ്രസിദ്ധ കമ്പനികൾ ഇറക്കുന്ന കാറുകൾ മാറി മാറി ഞാൻ ഉപയോഗിക്കുന്നു, എല്ലാ നിലക്കും ലോകത്തിലെ വിശിഷ്ടമായ ഭക്ഷണങ്ങൾ എന്റെ വീടുകളുടെ കിച്ചണുകളിൽ പാകം ചെയ്യപ്പെടുന്നു. പക്ഷേ എനിക്ക് ഉറക്കം വരുന്നില്ല, എന്റെ വിഷാദം, എന്റെ ദുഃഖം, ആകുലതകൾ, ഉറക്കില്ലായ്മകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു, എനിക്ക് മനഃശാന്തിയില്ല. എന്താണ് അതിനുള്ള വഴി? മനഃശാന്തിക്കുള്ള വഴി എന്താണ്? ആ മനഃശാന്തി, അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ, ആ പഠനങ്ങളാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, വിശ്വവിഖ്യാതനായ മനഃശാസ്ത്രജ്ഞൻ സിഗ്മണ്ട് ഫ്രോയിഡാണ് മനഃശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന പ്രഗത്ഭനായ ഒരാൾ. അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്ന യുങ് 30 കൊല്ലം അദ്ദേഹം പഠിച്ച രോഗികളെ കുറിച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ അദ്ദേഹം പറയാണ്, 75% വരുന്ന രോഗികളും മനഃസംഘർഷം അനുഭവിച്ചവരും മനഃശാന്തി ലഭിക്കാത്തവരുമാണ്. എന്തുകൊണ്ട്? ദൈവവിശ്വാസം നഷ്ടപ്പെട്ടവരായിരുന്നു അവർ. അവരുടെ പ്രശ്നം എന്തായിരുന്നു? ദൈവവിശ്വാസം നഷ്ടപ്പെട്ടവരായിരുന്നു അവർ. അള്ളാഹുവിനെ കുറിച്ച് അചഞ്ചലമായി വിശ്വാസമുള്ളവർക്ക് ഈ സമാധാനമുണ്ടാകും. അതുകൊണ്ടാണ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അറിയുക മനുഷ്യരെ, അള്ളാഹുവിനെ ഓർക്കുക വഴിയല്ലാതെ നിങ്ങളുടെ മനസ്സ് ശാന്തമാവുകയില്ല, നിങ്ങളുടെ മനസ്സ് ശാന്തമാവുകയില്ല. ഈ പോയിന്റ്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഖുർആൻ 13-ാം അധ്യായം സൂറത്ത് റഅദ് 28-ാമത്തെ വചനം. ഇസ്ലാമിനെ സംബന്ധിച്ച് മുസ്ലിം സമൂഹത്തിന്റെ ഇന്നത്തെ അവസ്ഥാവിശേഷങ്ങൾ എന്ത് എന്ന് വിലയിരുത്താൻ വേണ്ടിയാണ്. മലപ്പുറം ജില്ല മുസ്ലിങ്ങളുടെ ഭൂരിപക്ഷ പ്രദേശമാണ് അല്ലേ? ഏറ്റവും കൂടുതൽ ഇസ്ലാമികമായി പെരുമാറേണ്ട ജില്ല ഏതാണ്? നമ്മുടെ ജില്ലയല്ലേ? നാം ഈ അധിവസിക്കുന്ന ജില്ലയിൽ നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വിലയിരുത്തി നോക്കിയിട്ടുണ്ട്. ഒരു മുസ്ലിം എന്ന നിലയിൽ നമുക്ക് ലോകത്തിന്റെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റും വിധം നമ്മുടെ സംസ്കാരം സമ്പന്നമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, സമാധാനം, അതാണ് ആ മതത്തിന്റെ പേര് തന്നെ. ഇസ്ലാമിക ഭീകരത എല്ലാരും കേട്ടിട്ടുള്ള ഒരു കാര്യം. ഇസ്ലാമിക ഭീകരത, സമാധാനപരമായ ഭീകരത, അങ്ങനൊന്നുണ്ടോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഇസ്ലാമിക ഭീകരത എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനം, സമാധാന ഭീകരത അതെന്താണ്? അതെങ്ങനെയാവുക? അതെങ്ങനെയാണ് സഹോദരങ്ങളെ സാധൂകരിക്കപ്പെടുക? നിങ്ങൾ ആലോചിച്ചു നോക്കിയേ. ഇസ്ലാമിക ഭീകരത എന്നാ പറയുന്നത്.
ഇസ്ലാം എന്ന് പറയുന്ന, സമാധാനം എന്ന് പറയുന്ന ആ മതത്തിന് എന്ത് ഭീകരതയാണുള്ളത്? ഇസ്ലാമിൽ ഒരു നിലക്കും ഭീകരതയുടെ ഒരു മേഖലയുമില്ല എന്ന് ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇസ്ലാം ലോകത്ത് ഏറ്റവും സഹിഷ്ണുത പുലർത്തിയ മതമാണ്, ടോളറൻസിന്റെ മതമാണ്. ഇൻടോളറൻസ് എന്ന് പറയുന്നത്, അസഹിഷ്ണുത എന്ന് പറയുന്നത് ഈ മതത്തിനില്ലാത്തതാണ്. ഈ മതത്തിന്റെ ഓരോ ഘടകങ്ങളും നിങ്ങൾ എടുത്തു നോക്ക്. ഈ മതം ഇതര മത സമൂഹങ്ങളോട് വെച്ചു പുലർത്തിയിട്ടുള്ള കാഴ്ചപ്പാടുകൾ എന്താണ്? ഇതര മത സമൂഹത്തോട് ഇസ്ലാം വെച്ചു പുലർത്തിയിട്ടുള്ള കാഴ്ചപ്പാടുകൾ എന്താണ്? ഏതൊരു മതവിശ്വാസിക്കും അവന്റെ മതമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ വകവെച്ച് നൽകി, ഇല്ലേ? ഇന്ത്യയിൽ നിങ്ങൾ നോക്ക്, ഇന്ത്യക്ക് ഒരു ഭരണഘടനയുണ്ട്, എല്ലാവർക്കും അറിയാം. നമ്മൾ മുജാഹിദ് വേദികളിൽ നിരന്തരമായി കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഭരണഘടനയെ അനുവദിക്കുന്ന മൗലിക അവകാശത്തിന്റെ ധ്വംസനം രാജ്യദ്രോഹമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്, എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചിട്ട് അല്ലാഹ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ് ആ ചോദ്യം? നബിയെ, അല്ലാഹു ഉദ്ദേശിച്ചിട്ടില്ല എന്ത്? ലോകത്തുള്ള എല്ലാ ആളുകളെയും മുഅ്മിനുകളാക്കാമെന്ന് അല്ലാഹു ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നബിയെ, താങ്കൾ ജനങ്ങളെ നിർബന്ധിക്കുകയോ? അതൊരു വല്ലാത്ത ചോദ്യമാണ്. നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഒരാളെ ഒരു വിശ്വാസവും അടിച്ചേൽപ്പിക്കാൻ നമുക്ക് ബാധ്യതകളില്ല. ഒരാൾക്ക് സ്വഹീഹായ ഹദീസിന്റെ പിൻബലത്തോടെ ഒരു കാര്യം പറയാം, അത് ശക്തിയുക്തമായ അയാൾക്ക് വാദിക്കാം. പക്ഷെ ഇതനുസരിച്ച് നീ ജീവിച്ചുകൂടൂ എന്നൊരാളോട് തർക്കിച്ചു പറഞ്ഞ് അതനുസരിച്ച് ജീവിക്കാത്തവനെ ഉപദ്രവിക്കാനുള്ള വകുപ്പ് നമുക്കില്ല. ഏത് കാര്യത്തിലും അങ്ങനെയാണ്. നമുക്ക് ആ വകുപ്പ് ഇസ്ലാം നൽകിയിട്ടില്ല. ഏകദൈവാരാധനയുമായി ബൗദ്ധൈവത്വം ഒരിക്കലും പൊരുത്തപ്പെടുകയില്ല. എല്ലാവർക്കും അറിയാം, വിഗ്രഹാരാധന ഇസ്ലാം ഒരിക്കലും പൊറുപ്പിച്ചിട്ടില്ല. വിഗ്രഹാരാധകർ അവരുടെ സ്വാതന്ത്ര്യത്തെ അവർക്ക് വകവെച്ചു കൊടുക്കുകയും ചെയ്തു. എല്ലാവർക്കും അറിയാലോ, വലാ തസുബ്ബുല്ലദീന യദഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെ പുറമെ അവരാരാധിക്കുന്നതിനെ നിങ്ങൾ ചീത്ത വിളിക്കരുത് എന്നല്ലാഹു പറയുന്നു. അതേ റബ്ബ് തന്നെ വിഗ്രഹാരാധനയുടെ നിരർത്ഥകതയെക്കുറിച്ച് പ്രവാചകന്മാരുടെ ചരിത്രത്തിലൂടെ പഠിപ്പിക്കപ്പെടുന്നു. ഇത് ഹൃദയത്തിലേക്ക് തന്നെ ഇറക്കി വെക്കേണ്ടതുണ്ട്. എന്ത്? ഒരു ഭാഗത്ത് വലാ തസുബ്ബുല്ലദീന യദഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ അവരാരാധിക്കുന്നതിനെ ചീത്ത വിളിക്കരുത്. ആരാധിക്കുന്നതിനെ ചീത്ത വിളിക്കലും ആ ആരാധ്യരുടെ നിരർത്ഥകത ബോധ്യപ്പെടുത്തുന്നതും രണ്ടും രണ്ടാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതെന്താണ് ഇങ്ങനെ പറയാൻ? AP സുന്നികൾ എന്ന് പറയുന്ന ഇസ്ലാമിക ദഅവത്ത് രംഗത്ത് നിറഞ്ഞു നിൽക്കേണ്ട ബാധ്യതയുള്ള ഒരു വിഭാഗം അത് ചെയ്യുന്നില്ലെന്നത് മാത്രമല്ല, ഇസ്ലാമിക ദഅവത്തിന് എതിരായി സംഘടിതമായി പ്രവർത്തിക്കുന്നു എന്നതുകൂടി നാം വളരെ ഗൗരവമായി അറിയണം. അവർ പലയിടങ്ങളിലും ഉണ്ടാക്കിയിട്ടുള്ള ഒരു പൊല്ലാപ്പ്, ഞാനിത് പറയുമ്പോ പ്രത്യേകിച്ച് എന്റെ ഈ പ്രസംഗം, ഇത് ഒരു പക്ഷേ നാളെ ഇതിനൊരു മറുപടി പ്രസംഗം ഉണ്ടാകാം, ഒരു ക്ലിപ്പിംഗ് പ്രോഗ്രാം ഉണ്ടാകാം, കുറെ ചിരിപ്പിക്കലുകൾ ഉണ്ടാവാം, കുറെ ആളുകളുടെ പുതിയ ക്ലിപ്പിങ്ങുകളുടെ ആഘോഷങ്ങളും ഉണ്ടാകാം. പക്ഷേ അടിസ്ഥാനപരമായി ഈ നാട്ടിലെ തൂവക്കാടുള്ള ആളുകൾ എന്റെ പ്രസംഗത്തെ വിലയിരുത്തണം, മുജാഹിദ് പണ്ഡിതന്മാരുടെ പ്രസംഗങ്ങളെ വിലയിരുത്തണം. അതോടൊപ്പം ഇതിന് മറുപടി പറയുന്നവരുടെ പ്രസംഗങ്ങളെയും നിങ്ങൾ വിലയിരുത്തണം. വിലയിരുത്തി ഏത് മർമ്മം, ഏത് പ്രധാനം, ഏത് പോയിന്റ്, ഏത് വസ്തുത എന്ന് ശരിക്കും മനസ്സിലാക്കി ഹക്കിന്റെ കൂടെ നിൽക്കാനുള്ള യാ അയ്യുഹല്ലദീന ആമനു, അല്ലാഹു പറയും വകൂനൂ മഅസ്വാദിഖീൻ, ഖുർആനിലെ 9-ാം അധ്യായം 119-ാമത്തെ വചനം. സത്യവിശ്വാസികളെ, നിങ്ങൾ സത്യം പറയുന്നവരോടൊപ്പം നിൽക്കീൻ എന്ന് അല്ലാഹു നമ്മളോട് പറയാൻ. സത്യവിശ്വാസികളെ, നാം ഓരോരുത്തരും, നമ്മെ ഓരോരുത്തരെയാണ് ആ വിളിക്കുന്നത്. ആ വിളിയിലൂടെ അല്ലാഹു പറയാൻ, സത്യം പറയുന്നവരോടൊപ്പം നിങ്ങൾ നിൽക്കൂ. എന്താണിത് പറയാൻ? ഇവിടെ വലാ തസുബ്ബുല്ലദീന യദഊന മിൻ ദൂനില്ലാഹ്, ഇത് പറഞ്ഞു ഞാൻ ആയത്തോതി. ഇനി ഇതിടും, ഇതിട്ടിട്ട് എന്ത് ചെയ്യും? ഞാൻ അമൃതാനന്ദമയെ വിമർശിക്കുന്ന ക്ലിപ്പിംഗ് ഇടും. ഇത് ഞാൻ മുൻകൂട്ടി പറഞ്ഞു തരണം. എന്താ അറിയോ? സക്കാഫിമാരെ മറ്റാരേക്കാളും അറിയാവുന്നതുകൊണ്ടാണ്. ഓലെ കുതന്ത്രങ്ങളെ തീർച്ചയായും തൊട്ടറിഞ്ഞിട്ടുള്ള ഒരാളെന്ന നിലക്കാണ്, അവർ ഏറ്റവും കൂടുതൽ വേട്ടയാടി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്കാണ്. വസ്തുതകൾക്ക് വിരുദ്ധമായ സമീപനങ്ങൾ സ്വീകരിക്കുന്നവരോട് ഒറ്റ വാക്യം മഅ്ശറ, അത് മാത്രമാണ് പറയാനുള്ളത്. മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതം അത് മറക്കരുത്. ഒരു നിമിഷത്തിലും നിന്നും ഇരുന്നും കിടന്നും ആ മരണാനന്തര ജീവിതത്തെ ഓർക്കുന്നവരോട്
ഗൗരവമായാണ് പറയുന്നത്. ഇത് പറഞ്ഞിട്ട് പറയും അമുസ്ലിങ്ങളുടെ ആരാധ്യന്മാരെ കുറിച്ചുള്ള നമ്മുടെ പ്രസംഗങ്ങൾ ഇട്ട് കളിപ്പിക്കും. എന്നിട്ട് കണ്ടോ ഈ പറയുന്നതിനെതിരാണെന്ന് പറയും. എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം, കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഇവിടെ അമുസ്ലിം സഹോദരങ്ങളുണ്ട്, അവരോട് നമുക്കുള്ള ബന്ധം എന്താണ്? ഞാൻ തുറന്നു പറയുന്നു നിങ്ങളോട്, അവർ നരകത്തിൽ പോകരുത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അവർ നരകാവകാശികളാകാതിരിക്കാൻ വേണ്ട ജാഗ്രത പുലർത്തേണ്ടവർ നമ്മളാണ്. കാരണം അവർക്ക് ഹക്കായ ഈ മതം അത് നമ്മുടെ കൈകളിൽ, ഈ ഗ്രന്ഥം നമ്മുടെ കൈകളിൽ, അതവർ തൊട്ടാൽ അവരുടെ കണ്ണു പൊട്ടിപ്പോകുമെന്ന പ്രചരണം ഒരു ഭാഗത്ത് നിലനിന്നു. അതവർക്ക് കൊടുക്കാൻ പാടില്ല എന്നൊരു ഭാഗത്ത് നിലനിന്നു. ഇവിടെ തന്നെ കർമ്മശാസ്ത്രത്തെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ള പണ്ഡിതന്മാരുടെ പുസ്തകങ്ങളിൽ അമുസ്ലിങ്ങളുടെ നമ്മുടെ വേദികളിൽ പോലും പങ്കെടുപ്പിക്കരുത് എന്ന് തൂഫയുടെ ഉദ്ധരണി എടുത്തുവരെ ഇവിടെ പുരോഹിതന്മാർ പറഞ്ഞു. അവരുമായി കഴിയുന്നത്ര വിട്ടുനിൽക്കണമെന്ന് പ്രസംഗിച്ചവരുടെയുണ്ട്. ആ ആളുകളാണ് മാനവികത ഉണർത്തുന്നത് എന്നത് മാത്രമല്ല, മാനവികത ഉണർത്തിയാൽ നല്ലത് തന്നെ, നമുക്ക് ആർക്കെതിരെ അഭിപ്രായമില്ല. പക്ഷെ മാനവികത ഉണർത്തുക എന്ന ആ പ്രയാണത്തിലൂടെ മുജാഹിദുകളെ ഭീകരവാദികളാക്കി ചിത്രീകരിക്കുന്ന തുടക്കം തന്നെ പത്രധാര നമ്മൾ അറിഞ്ഞു. അവരോട് വസ്തുതാപരമായി ചിന്തിക്കാനാ പറയുന്നത്, ഓർക്കാനാ പറയുന്നത്, മനസ്സിലാക്കാനാ പറയുന്നത്. രണ്ട് കൈകളും വായിലേക്ക് തിരികെ കടിക്കുന്ന ഭയചകിതമായ ഭയാനകരമായ ഒരു ദിവസത്തിന്റെ ശിക്ഷകളിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയാണ്, മോചനം ലഭിക്കണം എന്നതിനു വേണ്ടിയാണ് ഈ പറയുന്നത്. സഹോദരങ്ങളെ, നമുക്കറിയാം ഇവിടെ വിഗ്രഹാരാധനയെ ഇസ്ലാം ശക്തമായി എതിർക്കുന്നു. എന്നാൽ അതോടൊപ്പം ലക്കും ദീനുക്കും വലിയ ദീനെന്ന് ഖുർആനാണ് പറഞ്ഞത്. സൂറത്ത് കാഫിറിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് അവർ പറഞ്ഞു, നബിയെ ഒരു കോംപ്രമൈസിന്, എന്താ കോംപ്രമൈസ്? ഞങ്ങൾ ആരാധിക്കുന്നതിനെ ഇടയ്ക്ക് താങ്കൾ ആരാധിക്കും, താങ്കൾ ആരാധിക്കുന്നതിനെ ഞങ്ങളും ആരാധിക്കാം. അങ്ങനെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ നമുക്ക് നീങ്ങാം. ഇതായിരുന്നു അവർ ആവശ്യപ്പെട്ടത്. റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ അല്ലാഹനെ മാത്രമേ ആരാധിക്കൂ, അവനിൽ ഞാൻ ഒന്നിനെയും പങ്കുചേർക്കില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മതം അനുസരിച്ച് ജീവിക്കാം, പക്ഷേ എന്റെ മതപ്രബോധനത്തെ നിങ്ങൾ എതിർക്കരുത്. എന്റെ വിശ്വാസത്തെ സംരക്ഷിക്കാനുള്ള അവകാശം എനിക്കുണ്ട്, അതിനനുസരിച്ച് ജീവിക്കാൻ. അതിലേക്ക് എനിക്ക് ശരിയെന്ന് തോന്നിയ ആ സത്യത്തിലേക്ക് എന്റെ ആളുകളെ, കാരണം മറുഭാഗത്ത് ശരിയല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ആ ശരികേട് അവർ സ്വീകരിച്ചാൽ അവർ നരകത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവരെ സത്യത്തിലേക്ക് നയിക്കുന്നു. ഈ സ്വാതന്ത്ര്യം എനിക്ക്. നിങ്ങൾക്ക് നിങ്ങളുടെ മതം പറയാം, നിങ്ങളുടെ മതത്തിലേക്ക് ആളെ കൊണ്ടുവരാം, ഞങ്ങൾ അതിനൊന്നും നിങ്ങളെ എതിർക്കുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള ഉന്നതമായ ഒരാദർശമുണ്ട്. ആ ആദർശം ഇതാണ്. ഇതാണ് ഇന്ത്യയിൽ നമ്മൾ ചെയ്തു പോന്നിട്ടുള്ളത്, ലോകത്ത് നമ്മൾ ചെയ്തു പോന്നിട്ടുള്ളത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് വാൾത്തലപ്പിന്റെ ഭീഷണിയിൽ ആളുകളെ വിജൃംഭിതമാക്കി നിർത്തി അവരുടെ വിശ്വാസങ്ങളെ വാളിന്റെ മൂർച്ച കൊണ്ട് തെളിയിക്കേണ്ടതല്ല എന്ന് ഇസ്ലാം മനുഷ്യരെ കണിശമായി പഠിപ്പിക്കുകയാണ്. ഈ ഒരു പോയിന്റ് വാളുകൊണ്ടല്ല, വാചകങ്ങൾ കൊണ്ടാണ് ഇസ്ലാം ലോകത്ത് വിപ്ലവങ്ങൾ സൃഷ്ടിച്ചത്. സംസ്കാരം കൊണ്ടാണ് ലോകത്ത് ഇസ്ലാം വിപ്ലവം സൃഷ്ടിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നോക്കിയേ, നബിയുടെ ജീവിതം ഞാനിത് ചുരുക്കി വിശദീകരിക്കുകയാണ്. പ്രവാചകനാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശത്രുക്കളോട് സ്വീകരിച്ച, ആശയവിരോധികളോട് സ്വീകരിച്ച സമീപനം ആര് പഠിക്കണം? അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ പഠിക്കണം. അതാരാണ്? അത് വേറെ തീരുമാനിക്കാം, അത് പിന്നീടൊരു വേദിയിലാവാം. പക്ഷേ അഹ്ലു സുന്ന വൽ ജമാഅ എന്ന് പറയുന്ന ആളുകൾ, അഥവാ ഫഅലൽ മുഅ്മിനി ഇത്തിബാഉ സുന്ന വൽ ജമാഅ അസ്സുന്നത്തു മാ സന്നഹു റസൂലുള്ളാഹ്. ഈ ഒരു പോയിന്റ് ശൈഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഗനിയത്തു താലിബീനിൽ പറയുന്ന ഈ ഒരു പോയിന്റ്, ഒരു സത്യവിശ്വാസി അഹ്ലു സുന്ന വൽ ജമാഅ അതിന്റെ ഫോളോവേഴ്സ് ആവുക, അതിന്റെ പിന്തുടർച്ചാവകാശിയാവുക നിർബന്ധമാണ്. അതിന്റെ ബൗണ്ടറിയിൽ നിന്ന് തെറ്റിപ്പോകുന്ന ഒരവസ്ഥാവിശേഷം അവനുണ്ടാകാൻ പാടില്ല. ആ അഹ്ലു സുന്ന വൽ ജമാഅ പ്രവാചകന്റെയും സ്വഹാബത്തിന്റെയും വഴികൾ അതെന്താണ്? അതാണ് നമ്മൾ പരിശോധിക്കാനുള്ളത്. അവരുടെ വിശ്വാസം എന്താണ്? അവരുടെ മതപ്രബോധനം എങ്ങനെയായിരുന്നു? ഇതര മത സമൂഹത്തോട് അവർ സ്വീകരിച്ച സമീപനം എന്തായിരുന്നു? അവരുടെ സമീപനത്തിൽ എന്തെങ്കിലും അപാകത സംഭവിച്ചപ്പോ റസൂലുള്ളാഹി ഇടപെട്ട രീതി എന്താണ്? ഇതെല്ലാം പഠിച്ചിട്ട് ഇതുപോലെ ഏതൊരു സന്ദർഭം വരുമ്പോഴും ആ സന്ദർഭത്തിനൊത്ത് റസൂലുള്ളാഹി എങ്ങനെ പെരുമാറി അങ്ങനെ പെരുമാറാൻ. അപ്പൊ നിങ്ങൾക്കറിയാലോ, വള്ളത്തോൾ നാരായണ മേനോൻ കേരളത്തിൽ അറിയപ്പെട്ട ഒരു കവിയായിരുന്നു. അതെല്ലാവർക്കും അറിയാം. വള്ളത്തോൾ നാരായണ മേനോന് അല്ലാഹു എന്ന് പറഞ്ഞിട്ടൊരു കവിതയുണ്ട്. അല്ലാഹു, ആ കവിതയുടെ പേരെങ്ങനെയാണ്? അതിന്റെ ടൈറ്റിൽ എങ്ങനെയാണ്? ആ ഹെഡിങ് അങ്ങനെയാണ്, അല്ലാഹു. അങ്ങനെ എഴുതാൻ ഒരു കാരണമുണ്ട്.
ഇത് ഞാൻ ചുരുക്കി പറയണം, യുവാക്കൾക്ക് വേണ്ടി പറയണം. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ തെറ്റിദ്ധാരണകളെ തിരുത്തണം. നിങ്ങൾ കുറെയൊക്കെ സത്യത്തോട് കൂറു പുലർത്തണം. നിങ്ങളിലാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രതീക്ഷ, യുവസമൂഹത്തിലാണ് ഏതൊരു പ്രബോധക സംഘത്തെ സംബന്ധിച്ചുമുള്ള പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ യുവാക്കളെ, എന്തിന് വെള്ളത്തോളം നാരായണ മേനോൻ അല്ലാഹു എന്ന് പറഞ്ഞ കവിത എഴുതി? അതിന് പശ്ചാത്തലമുണ്ട്. എന്താണ് പശ്ചാത്തലം? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന്റെ കൂടെ ഒരു താഴ്വരയിൽ വിശ്രമിക്കുകയാണ്. ഏതൊരു മരം തണലേകുമ്പോഴും ഞങ്ങളത് പ്രവാചകന് വേണ്ടി മാറിക്കൊടുത്തു. സ്വഹാബത്ത് പറയും, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി മാറിക്കൊടുത്തു. അങ്ങനെ ഒരു തണലേകുന്ന വൃക്ഷത്തിന്റെ ചുവട്ടിൽ പ്രവാചക തിരുമേനി സൗമ്യനായി പ്രവാചകൻ കിടക്കുകയാണ്. പ്രവാചക തിരുമേനിയുടെ വാള് ആ മരത്തിന്റെ ചില്ലയിൽ തൂക്കിയിട്ടിരിക്കുന്ന പ്രവാചകൻ. രംഗം എല്ലാവർക്കും അറിയാമല്ലോ. അതിലൊരു പാഠം നമ്മൾ ശരിക്കും ഉൾക്കൊള്ളേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുകയാണ്, സഹാബത്തൊക്കെ വലിയ വർക്കിലാണ്. അതിനിടയിൽ ഒരു ഇസ്ലാമിന്റെ ശത്രു അയാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൂക്കിയിട്ട വാളെടുത്ത് പ്രവാചകന്റെ കണ്ടത്തിൽ കുത്തിവെച്ച്, കഴുത്തിൽ ഇങ്ങനെ കുത്തിവെച്ചിട്ട് ചോദിക്കുന്നു, മുഹമ്മദ്, ആരാണ് നിന്നെ രക്ഷിക്കുക? എന്റെ ഈ ഇരുതല മൂർച്ചയുള്ള വാൾത്തലപ്പിന്റെ മുമ്പിൽ നിന്നെ ആര് രക്ഷപ്പെടുത്തും എന്ന ചോദ്യം. അവിടെ ഒരു തവക്കുലിന്റെ, അങ്ങേയറ്റത്തെ ബരമേൽപ്പിക്കലിന്റെ, പടച്ചവന് ശരിക്കും ഉൾക്കൊണ്ടതിന്റെ ഒരു ഭാഗം, അതോടൊപ്പം വിശാലമായ പെരുമാറ്റത്തിന്റെയും വിട്ടുവീഴ്ചയുണ്ട്. ശത്രുവിനോട് പോലും എങ്ങനെ ഒരു വാള്, അതൊന്ന് ആലോചിച്ചു നോക്കിയേ, ഒരു വാള് കഴുത്തിൽ ഇങ്ങനെ കുത്തിവെച്ച ഒരു ശത്രു, ആ ശത്രുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച സമീപനം ഇത് ആർക്കുണ്ടാവണം? നമുക്കുണ്ടാവണം. ഇവിടെ ഇരിക്കുന്ന ഓരോ മുസ്ലിമിനും ഉണ്ടാവണം. ഏത് സംഘടനയിൽ നിങ്ങൾ പ്രവർത്തിക്കുമ്പോഴും നിങ്ങൾ ഓർക്കണം, ഞാൻ എന്റെ അവകാശം, AP സുന്നിയുടെ EK സുന്നിയുടെ വാദം മുജാഹിദുകൾ പഴച്ചവരാണെന്ന്, ഞങ്ങളുടെ വാദം നിങ്ങൾ പഴച്ചവരാണെന്ന്, ഇതിലൊന്നും ആർക്കും അഭിപ്രായങ്ങളില്ല. പക്ഷേ ഇവിടെ ആര് പിഴച്ചു ആര് പിഴച്ചില്ല എന്നതിനെ നമ്മൾ പലപ്പോഴും പല പ്രസംഗങ്ങളിലും നമ്മളൊക്കെ വിശദീകരിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത്, ഇങ്ങനെയൊക്കെ ആകുമ്പോഴും AP സുന്നി പറയുന്നു മുജാഹിദുകൾ പഴച്ചത്, എങ്കിൽ നിങ്ങൾ നല്ലവരാണല്ലോ, നിങ്ങളുടെ പ്രവാചകൻ അനുയായികളാണല്ലോ, ഇതാണല്ലോ നിങ്ങളുടെ പക്ഷം. എങ്കിൽ നിങ്ങൾ ആരാവണം? നിങ്ങൾ നബിയുടെ ആളുകളാവണ്ടേ? നിങ്ങൾക്ക് പ്രവാചകന്റെ സ്വഭാവം വേണ്ടേ? പ്രവാചക തിരുമേനി പഠിപ്പിച്ച പോലെ പെരുമാറുന്നവർ നിങ്ങളാവണ്ടേ? സ്വഹാബത്തിന്റെ വഴികൾ സ്വീകരിച്ചവർ നിങ്ങളാവണ്ടേ? ഇസ്ലാമിനോട് ഏറ്റവും കൂടുതൽ കൂറു പുലർത്തുന്നവരാരാണ്? ഇസ്ലാമിക സമൂഹത്തിന്റെ വിശ്വാസ ആചാര സ്വഭാവങ്ങളിൽ ഏറ്റവും കൂടുതൽ അതിനോട് ബന്ധം നിലനിർത്തുന്നവരാരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ലോകപ്രസിദ്ധനായ പണ്ഡിതനാണ് ജാകിർ നായിക്. ലോകപ്രസിദ്ധനായ മുസ്ലിം ഐക്യം എന്ന് പറഞ്ഞിട്ട് ഒരു സബ്ജക്ട് അയാൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ സബ്ജക്റ്റിൽ അദ്ദേഹം ഒടുവിലെത്തുന്ന ഒരു തീരുമാനമുണ്ട്. ലോകത്ത് ഇസ്ലാമിനോട് ഏറ്റവും കൂറു പുലർത്തുന്നവർ സലഫികളാകുന്നു എന്ന് അദ്ദേഹത്തിന്റെ ഒരു പരാമർശമുണ്ട് ആ കേസറ്റിൽ. വസ്തുതകളെ ന്യായയുക്തം പ്രമാണയുക്തം അവതരിപ്പിച്ച ഒരു നല്ല കേസറ്റായി അത് മുസ്ലിം ലോകത്ത് നിലനിൽക്കുകയും എല്ലാ സംഘടനകളുടെയും ന്യൂനതകളെ പഠിച്ച് മനസ്സിലാക്കി വിലയിരുത്തുന്ന മുസ്ലിം ഐക്യത്തെക്കുറിച്ചുള്ള ചർച്ചയുടെ ഒടുവിൽ വിശ്വപ്രസിദ്ധ പണ്ഡിതനായ ജാകിർ നായിക് പറയാൻ, ദീനുമായി ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കുന്നവർ, പ്രമാണത്തോട് കൂറു പുലർത്തുന്നവർ, പ്രമാണത്തെ വളച്ചുകെട്ടില്ലാതെ അവതരിപ്പിക്കുന്നവർ, പ്രമാണത്തെ തന്നിഷ്ടങ്ങൾക്കൊത്ത് വ്യാഖ്യാനിക്കാത്തവർ, പ്രമാണത്തെ സ്വന്തമായ അഭിപ്രായങ്ങൾ പറയാത്തവർ, സലഫുകളുടെ വാക്കുകളോട് കൂറു പുലർത്തുന്നവർ, അത് സലഫികളാകുന്നു എന്ന് ജാകിർ നായിക്കിനെ പോലെയുള്ള ആളുകൾ. ഞാനിത് പറയുന്നത്, മുജാഹിദുകൾ അവതരിപ്പിക്കുന്ന വിഷയത്തെ നിങ്ങൾ വിലയിരുത്ത്, നിങ്ങൾ മനസ്സിലാക്ക്. എന്താണ് അവർ നിങ്ങളോട് പറയുന്നത്? എന്തൊരു സബ്ജക്റ്റിനെ കുറിച്ചാണ് അവർ നിങ്ങളോട് സംസാരിക്കുന്നത്? സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ തൗഹീദിനെ പറ്റി എന്ത് പഠിപ്പിക്കുന്നു? സുന്നത്ത് തൗഹീദിനെ പറ്റി എന്ത് പഠിപ്പിക്കുന്നു? വിശുദ്ധ ഖുർആൻ ജിഹാദിനെ പറ്റി എന്ത് പറയുന്നു? പ്രവാചക വചനങ്ങൾ ജിഹാദിനെ കുറിച്ച് എന്ത് പറയും? സലഫുകൾ അതിനെക്കുറിച്ച് എന്ത് മനസ്സിലാക്കിയിരിക്കുന്നു? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിന്നെ ആര് രക്ഷിക്കും എന്ന് കണ്ടത്തിൽ വാള് കുത്തിവെച്ച് ചോദിച്ചപ്പോ കണ്ണുകളിലേക്ക് പ്രവാചകന് സൂക്ഷിച്ചു നോക്കി. ശത്രുവിന്റെ കണ്ണിലേക്ക് പ്രവാചക തിരുമേനി സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു, അല്ലാഹു, ഭയചകിതമില്ലാതെ, കൂസലില്ലാതെ, ഭയപ്പാടില്ലാതെ, തവക്കുൽ കുറഞ്ഞു പോകാതെ, പടച്ചവനിൽ തവക്കുൽ ചെയ്തുകൊണ്ട്, ഏത് വാളൊന്ന് പ്രസ് ചെയ്താൽ പ്രവാചകന്റെ കണ്ടത്തിലൂടെ കിടന്നങ്ങ് അപ്പുറത്തും അങ്ങനെ വാള് കുത്തിപ്പിടിച്ചിടത്ത് പറയാൻ കഴിയണം, എന്റെ റബ്ബെന്നെ രക്ഷിക്കുമെന്ന്. അതാണ് തൗഹീദ്. അവിടെ എത്തണം, ആ വിശ്വാസത്തിലെത്തണം. അതാണ് മുസ്ലിം സമൂഹത്തോട് അള്ളാഹു ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇത് റസൂലുള്ളാഹി അദ്ദേഹത്തിന്റെ കണ്ണിൽ നോക്കി എന്നെ ഇബ്രാഹിം നബി രക്ഷിക്കും എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്കങ്ങനെ പറയാമായിരുന്നു. ഇബ്രാഹിം നബിയോട് നമുക്ക് വെറുപ്പില്ല,
ഇബ്രാഹിം നബിയുടെ വിശ്വാസത്തോട് നമുക്ക് വെറുപ്പില്ല, ഇബ്രാഹിം നബിയുടെ മാതൃകകളോട് നമുക്ക് വെറുപ്പില്ല. അല്ലെങ്കിൽ നോഹ പ്രവാചകൻ എന്നെ രക്ഷിക്കും എന്ന് റസൂലുള്ളാഹിക്ക് പറയാമായിരുന്നു. 1050 കുറവുള്ള പ്രബോധനത്തിന്റെ പാരമ്പര്യമുള്ള നൂഹ് നബിയുടെ പാത നമുക്ക് സ്വീകാര്യമാണ്. പക്ഷേ ആ നൂഹ് നബിയെ എന്നെ രക്ഷപ്പെടുത്തുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞില്ല. എന്നെ ഏതെങ്കിലും ശൈഖമാര് രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞില്ല. മറിച്ച് എന്നെ എന്റെ റബ്ബ് രക്ഷപ്പെടുത്തും, ഒരു സിട്ടിയും അതിൽ വരില്ല. ഈ വിശ്വാസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് മനസ്സിലാക്കണം. അല്ലാഹു എന്ന് കേട്ടപ്പോ ശത്രുവിന്റെ കൈകളിൽ നിന്ന് വിറച്ചുകൊണ്ട് ഊർന്ന് വാള് താഴെ വീണു. നോട്ടിയിടയിൽ പ്രവാചകൻ ആ വാളെടുത്ത് ശത്രുവിന്റെ നേരെ ചൂണ്ടി ചോദിച്ചു, നിന്നെ ആരാ രക്ഷപ്പെടുത്തുക? നിന്നെ ആരാ രക്ഷപ്പെടുത്തുക? ഇമാം അഹമ്മദിന്റെ റിപ്പോർട്ടിലും ഇമാം ബുഖാരിയുടെ റിപ്പോർട്ടിലും നമുക്കിത് കാണാം. അല്ലെ, നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ചോദിച്ചു, നിന്നെ ആരാ? മുഹമ്മദ് നബിയോട് അദ്ദേഹം പറഞ്ഞു, വിട്ടയക്കണം, നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തണം, വേറെ മാർഗമില്ല എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ ചോദിച്ചു, ഇമാം അഹമ്മദിന്റെ റിപ്പോർട്ടിൽ ഷഹാദത്ത് കലിമ ചൊല്ലാൻ തയ്യാറുണ്ടോ? ഇസ്ലാമിന്റെ ശാന്തമായ ലോകത്തേക്ക് പ്രവേശിക്കാൻ നീ തയ്യാറുണ്ടോ? അയാൾ ഉറച്ചു പറഞ്ഞു, ഇല്ല ഇല്ല. എന്നിട്ട് അയാൾ പറഞ്ഞു, നബിയെ, ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിൽ മാർഗതടസ്സമായി വരില്ല, ശത്രുവായി വരില്ല എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പോയിക്കോ. വിശാലമായ വിട്ടുവീഴ്ച. ആലോചിക്കാൻ, ഒരു എ പി സുന്നിക്ക് ഇതൊരു സംഭവമല്ലേ? ഒരു ഇ കെ സുന്നിക്ക് ഇതൊരു സംഭവമല്ലേ? മുജാഹിദുകൾക്ക് ഇതൊരു സംഭവമല്ലേ? അല്ലേ? വാശി പിടിക്കുന്നിടത്തൊക്കെ ഈ ഒരു സംഭവം, ഈ ഒരു വിട്ടുവീഴ്ച, ഈ ഒരു സംഭവം വിശദീകരിച്ചുകൊണ്ടാണ് വെള്ളത്തോൾ നാരായണ മേനോൻ അല്ലാഹു എന്ന കവിത എഴുതിയത്. ഒന്ന് മനസ്സിലാക്കണം. വെള്ളത്തോൾ നാരായണ മേനോനെ പോലെയുള്ള ഒരു അമുസ്ലിം ഈ സംഭവം ഉൾക്കൊള്ളുക മാത്രമല്ല, ലോകം അവസാനിക്കുന്നവരെ, ഈ കവിത അവസാനിക്കുന്നതുവരെ ഈ കവിത ഒരു പ്രചോദനമല്ലേ? ഒരു ഹിന്ദുവായ വെള്ളത്തോൾ നാരായണ മേനോൻ നബിയുടെ ഈ സ്വഭാവം കണ്ട് കണ്ണു നിറഞ്ഞ് കവിത എഴുതിയെങ്കിൽ, മുസൽമാനെ, നിന്റെ അവസ്ഥ എന്താണ്? നിന്റെ അവസ്ഥാവിശേഷം എന്താണ്? അയൽവാസിയോട്, സഹോദരനോട് തന്റെ വിശ്വാസത്തെ എതിർക്കുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് സൽസ്വഭാവിയായ അയൽവാസിയോടുള്ള നിന്റെ പെരുമാറ്റം എന്താണ്? ഇതെല്ലാം ഈ മതപ്രബോധന രംഗത്ത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമുക്ക് എവിടെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ അപാകത സംഭവിച്ചത്? ഉദാത്തമേ, ഉൾക്കിട്ടമേ, ഉജ്ജ്വലമേ, ഒരു ശോഭ, ഉന്നതമായ ഒരു സംസ്കാരമേ, അതല്ലേ ഇസ്ലാം. ആ സംസ്കാരത്തിന്റെ അനുയായികൾ അലി ഇബ്നു അബീ ത്വാലിബ്. എന്തിന്? സലഫുകളുടെ വഴി പോരെ നമുക്ക്? അലി ഇബ്നു അബീ ത്വാലിബ് ആരാ? ഉന്നതനായ യുദ്ധ നിപുണൻ. അറിയാലോ, അയിന അലി. അലി എവിടെ? അലിയുടെ കൈകളിൽ ഖൈബർ കോട്ടയിലേക്ക് ജൂതന്മാർക്ക് ദഅവത്തെത്തിക്കാൻ വേണ്ടി പ്രവാചകൻ ഇസ്ലാമിന്റെ കൊടി കൊടുത്തിട്ട് അലിയാർ തങ്ങളോട് പറഞ്ഞു, അലി, ഇസ്ലാമിന്റെ ദഅവത്ത് ജൂതന്മാരോട് പറഞ്ഞിട്ടല്ലാതെ ആയുധ പോരാട്ടമില്ല അലി. എന്നിട്ട് പറഞ്ഞു, അലി, നീ കാരണം ഒരാൾ ഇസ്ലാമിലേക്ക് വന്നാൽ അലി അതാകുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പഠിപ്പിച്ച് ഇസ്ലാമിന്റെ കൊടിയേന്തി അലി ഇബ്നു അബീ ത്വാലിബ് ഖൈബർ കോട്ടയുടെ, നിങ്ങൾക്കറിയാലോ, ഖൈബർ കോട്ടയിൽ പിന്നീട് യുദ്ധം നടന്നു, ഇസ്ലാമിന്റെ ദഅവത്ത് നടന്നു, പിന്നീട് യുദ്ധം നടന്നു. പരിച തെറിച്ചു പോയപ്പോ ഖൈബർ കോട്ടയുടെ വാതിൽ ഇടത് കൈകൊണ്ട് പറിച്ചെടുത്ത അലിയാർ തങ്ങളുടെ ശേഷിയും ശക്തിയും പിന്നെ 7 മല്ലന്മാര് വേണ്ടി വന്നിരുന്നു. അലിയാർ തങ്ങൾ ഇടത് കൈ കൊണ്ട് പിടിച്ചു മാറ്റിയ ആ വാതിൽ 7 മല്ലന്മാർ വേണ്ടി വന്നു യഥാസ്ഥാനത്ത് കൊണ്ടുപോയി വെക്കാൻ. ഈമാനായിരുന്നു അവർക്ക്. ആ അലി ഇബ്നു അബീ ത്വാലിബ് ഒരു ശത്രുവിനെ മലർത്തിക്കിടത്തി. ശത്രുവിനെ കേട്ടോളൂ, വികാരം കൊള്ളുന്നവരോട്, തീവ്രവാദ ഗ്രൂപ്പുകൾ രൂപീകരിച്ചവരോട്, അതിന്റെ പിന്നാലെ പോകുന്നവരോട്, അതിനുവേണ്ടി യോഗം കൂടുന്നവരോട്, അതിനുവേണ്ടി കുശുകുശുക്കുന്നവരോട്, അതിനുവേണ്ടി ഗൂഢാലോചനകൾ നടത്തുന്നവരോട്, ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ്. ഖുർആനിലെ 4-ാം അധ്യായം 114-ാമത്തെ വചനമാണ്. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും. ഒരു സ്വകാര്യ മീറ്റിംഗിലും ഒരു ഗൂഢതന്ത്രത്തിലും, അതാരായാലും, ഏത് സംഘടനയായാലും, ഏത് സന്ദർഭത്തിലായിരുന്നാലും ഗൂഢാലോചനകൾ നടത്തി, ഗൂഢമായ മീറ്റിംഗുകൾ നടത്തി, സംഘടനാ ബോധത്തിനെതിരെയും ആദർശ പ്രബോധനത്തിനെതിരെയും മനുഷ്യ സമൂഹത്തിന്റെ സുഗമമായ നിലനിൽപ്പിനെതിരെയും ആര് ഗൂഢ മീറ്റിംഗുകൾ കൂടുന്നുവോ അതിനെക്കുറിച്ചുള്ള ഖുർആനിന്റെ പ്രഖ്യാപനം, ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ്. 10 ആളുകൾ കൂടിയ ഒരു മീറ്റിംഗിന്റെ ഉദ്ദേശം എന്താവണം? ആ ഉദ്ദേശം ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും. മിക്ക ഗൂഢ മീറ്റിംഗുകൾക്കും യാതൊരു ഖൈറുമില്ല. ഞാനല്ലട്ടോ അത് പറയുന്നത്, പരമകാരുണികനായ റബ്ബാണേ, അല്ലാഹുവാണേ, വായും വെള്ളവും നൽകിയ നാഥനാണേ.
ആ നാഥന്റെ ഗ്രന്ഥമാണ്. സൂറത്ത് നിസാ ആണ്, 4-ാം അധ്യായമാണ്, 114-ാമത്തെ വചനമാണ്. ലാ ഖൈറ ഫീ കസീറിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ്. എന്തൊരു വാക്കാണത്! 3 കാര്യത്തിനെ സ്വകാര്യ മീറ്റിംഗ് കൂടാൻ പാടുള്ളൂ. ബാ നമുക്കെല്ലാം മീറ്റിംഗ് കൂടാ. ചോദിക്കണം മുക്മിൻ. ഇവിടെ ഇരിക്കുന്നവരോടൊക്കെയാ പറയുന്നത്. മീറ്റിംഗ് കൊടുമ്പിരിക്കൊള്ളുന്ന കാലഘട്ടമാണല്ലോ. മീറ്റിംഗ് കൂടാൻ യാതൊരു ഭയപ്പാടുമില്ലാത്ത കാലഘട്ടമാണല്ലോ. ഖൈറിനാണോ ഷർറിനാണോ എന്ന് ആലോചിക്കാത്ത കാലഘട്ടമാണല്ലോ. ആലോചിച്ചോ, നന്നായിട്ട് ചിന്തിച്ചോ. തസ്കിയത്താണ്. ആർക്കും വേണ്ടി പറയല്ല. ഒരു കാര്യം ഉറപ്പാണ്, നരകവും സ്വർഗവും. അതുകൊണ്ട് പറയാൻ അന്നാറു ഹഖ്കുൻ അൽ ജന്നത്തു ഹഖ്കുൻ. ചുവക്കാടയൻ പ്രസംഗിക്കുന്നത് ഇസ്ലാമിക ലോകത്തെ തെറ്റിദ്ധരിച്ച മുസ്ലിങ്ങളോട് വാചാലമായി പറയുന്ന ഒരു പ്രസംഗം ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ്. അത് പുത്തനതാണിയുടെ ആവശ്യം വന്നേക്കാം, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് വന്നേക്കാം, തിരൂര് വന്നേക്കാം. എന്ന് പറയുന്നത് നിങ്ങൾ ശരിക്കും ആലോചിച്ചല്ല. മിക്ക സ്വകാര്യ മീറ്റിങ്ങുകളിലും യാതൊരു ഖൈറുല്ല. ആരാ പറയണത്? മനുഷ്യരെ അറിയാവുന്ന നാഥൻ, പരമകാരുണികൻ. നമ്മൾ ആലോചിക്കണം. അപ്പൊ നമ്മൾ ചോദിക്കേണ്ടത് അറിയോ? ഒരാൾ മീറ്റിങ്ങിന് വിടും. അല്ല, ഈ മീറ്റിങ്ങിന്റെ ഉദ്ദേശം എന്താ? അതിന്റെ ലക്ഷ്യം എന്താ? അല്ല പറയണം 3 കാര്യത്തിനാണ് കൂടിക്കോളി. അതെന്താ? കേട്ടോളി. അല്ല പറയുന്നത് കേട്ട് ജീവിക്കാൻ തയ്യാറുണ്ടോ? ഞാൻ തയ്യാറുണ്ടോ? രക്ഷപ്പെടാം. നിങ്ങൾ തയ്യാറുണ്ടോ? രക്ഷപ്പെടാം. ISM, MSM, KNM, KJ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അവിടെ. അതുകൊണ്ട് ആലോചിച്ചോ. ലാ ഖൈറ ഫീ കസീറിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ്. 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നെന്താ? മിക്ക സ്വകാര്യ മീറ്റിംഗുകളിൽ യാതൊരു ഖൈറും ഇല്ല. ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ്. 3 കാര്യം. ഒന്നെന്താണ്? ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ. സദഖ ചെയ്യാൻ കൽപ്പിക്കാനാണ് ആ മീറ്റിംഗ് എങ്കിൽ ഒരു നാട്ടിലെ കുറെ ആളുകളെ വിളിച്ചിരുത്തി. കഷ്ടപ്പെടുന്നവരും നൊമ്പരം അനുഭവിക്കുന്നവരും ത്യാഗികളും ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് സദഖ ചെയ്യണം എന്ന് കൽപ്പിക്കാനാണ് മീറ്റിംഗ് എങ്കിൽ ആയിക്കോ, പങ്കെടുത്തോ, പോയിക്കോ, ഇരുന്നു കൊടുത്തോ എന്നല്ല പറയാൻ. ഇത് ഓരോരുത്തരും ഓർക്കണം. ഈ ഇരിക്കുന്നവരൊക്കെ ഓർക്കണം. നാളെ ഇത് കേൾക്കുന്നവരോർക്കണം. ഇത് കേസറ്റായി ഈ മലയാള കൈരളിയിൽ, അഥവാ ഈ കൈരളിയുടെ മണ്ണിൽ, ഈ പച്ചപ്പൻ കൈരളിയെ, ഈ കേസറ്റ് നാളെ ഓരോരുത്തരുടെ വീടുകളിൽ, കവലകളിൽ, LCD പ്രൊജക്ടറുകളിൽ, കാറുകളിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഫ്ളാറ്റുകളിൽ ഇരുന്ന് ഈ കേസറ്റ് കേൾക്കാൻ നാളെ സൗഭാഗ്യം ലഭിക്കുന്ന ഏതൊരു വിശ്വാസിയോടും ഏതൊരു യുവാവിനോടും അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ ഓർമ്മപ്പെടുത്തുക. അത് മാത്രമാണ് എന്റെ ബാധ്യത. അള്ളാഹുവിന്റെ ഗ്രന്ഥം റസൂലുള്ളാഹി ചെയ്ത ദൗത്യമതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതി സമുദ്ധരിച്ചു. ആ ഉദ്ധാരണം, ആ ഒരു നവോത്ഥാനം, ആ ഒരു സമൂഹത്തെ സമുന്നതമായ മേഖലയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം, അത് പാഴ്വേലയായി പോകരുത്. എന്നിട്ട് അല്ലാഹു പറയാൻ, ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ. സദഖ ചെയ്യാനാണോ? അത് കൽപ്പിക്കാനാണോ? ആവാം. ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ. അല്ല, കള്ളുടിക്കരുത്, പെണ്ണ് പിടിക്കരുത്, പരദൂഷണം പറയരുത്, ഏഷണി മുടക്കരുത്, തമ്മിത്തെല്ലാം മീറ്റിംഗ് കൂടരുത് എന്ന് പറയാനാണോ? എങ്കിലത് ഖൈറാണ്. തീർന്നില്ല. ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്. അതാണ് 3-ാമത്തെ. മിക്ക മീറ്റിംഗ് എന്തിനാ? തമ്മിൽ തല്ലിക്കാനല്ലേ. ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ്. ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കാനാണ് സ്വകാര്യ മീറ്റിംഗ് എങ്കിലാവാം. ഇന്നമൻ നജ്വാ മിനശ് ശൈത്വാൻ. സൂറത്ത് മുജാദല. ജൂതന്മാർക്കായിരുന്നു ഗൂഢ മീറ്റിംഗുകൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു സൂറത്ത് മുജാദല 9, 10, 11 വായിക്ക്. സൂറത്ത് മുജാദലയിൽ അല്ലാഹു പറഞ്ഞു ഇന്നമൻ നജ്വാ മിനശ് ശൈത്വാൻ. സ്വകാര്യ മീറ്റിംഗ്, അതേ കുതന്ത്രശാലികളുടെ, ലോകത്ത് ഫിത്ന ഉണ്ടാക്കാൻ മീറ്റിംഗ് കൂടുന്നവരുടെ ആ മീറ്റിംഗ് പൈശാചികതയാകുന്നു എന്ന് അള്ളാഹുവിന്റെ ഗ്രന്ഥം ലോകത്തെ പഠിപ്പിക്കും. ഇവിടെ ഇതെല്ലാവരോടും പാതിരാത്രിയിൽ മനുഷ്യരെ കൊല്ലാൻ ബോംബിനെ കുറിച്ച് സംസാരിക്കുന്നവരോട്, മനുഷ്യന്റെ സ്വാസ്ഥ്യം കെടുത്തുന്നവരോട്, ഭൂമിയിൽ ഫസാദ് വിതക്കുന്നവരോട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു സംഭവം പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. മറന്നിട്ടല്ല, ബോധപൂർവം ആഡ് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രം. അലി ഇബ്നു അബീ ത്വാലിബ് ശത്രുവിനെ കിട്ടി. ഏത് ശത്രു? അള്ളാഹുവിന്റെ ശത്രു. ഏത് ശത്രു? ഇസ്ലാമിന്റെ ശത്രു. ഒരു മുസ്ലിം ഇൻഡിവിജ്വലായി എനിക്ക് വ്യക്തിപരമായ ഒരു ശത്രു ഉണ്ടാവാൻ പാടില്ല. എനിക്ക് ഒരേ പി സുന്നിയോട് വ്യക്തിപരമായി ശത്രുത ഉണ്ടാവാൻ പാടില്ല. എനിക്ക് പേരോടിനോട് വ്യക്തിപരമായി ശത്രുത ഉണ്ടാവാൻ പാടില്ല. അയാൾ ഞാൻ ഒന്നിച്ചിരിക്കണം, ഇരിക്കേണ്ടവരാണ്, സൗഹൃദം പങ്കുവെക്കേണ്ടവരാണ്, സലാം പറയേണ്ടവരാണ്, മടക്കേണ്ടവരാണ്.
പരസ്പരം ഒരു സ്ഥലത്തിരുന്ന് ഭക്ഷണം കൈകാര്യം ചെയ്യേണ്ടവരാണ്. ഒരു ഭക്ഷണം കൊടുത്താൽ വാങ്ങേണ്ടവരാണ്. കൈനീട്ടിയാൽ ഹസ്തദാനം ചെയ്യേണ്ടവരാണ്. അതിലൊന്നും നമുക്ക് അഭിപ്രായ ഭിന്നതയില്ല. പക്ഷേ പേരോട് പ്രചരിപ്പിക്കുന്ന അന്ധവിശ്വാസത്തെ ശക്തമായി എതിർക്കുക എന്നത് അള്ളാഹുവിനെ പേടിക്കുന്നതിന്റെ ബാധ്യതയാണ്. പക്ഷെ മനുഷ്യനെന്ന നിലക്ക് സൗഹൃദത്തിന് എന്ത് പണക്കം, അല്ലെങ്കിൽ സൗഹൃദം നിർവഹിക്കുന്നതിന് എന്ത് തടസ്സം, അതൊക്കെ ഇവിടെ നടക്കുന്നു. അതിനിടയിലാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അലി ബിൻ അബീ ത്വാലിബിന് ഒരു ശത്രുവിനെ മലർത്തിക്കിടത്തി. ആരുടെ ശത്രു? അള്ളാഹുവിന്റെ ശത്രു. ആരുടെ ശത്രു? ഇസ്ലാമിന്റെ ശത്രു. ആരുടെ മിത്രം? പിശാചിന്റെ മിത്രം. ആ മിത്രത്തെ, പിശാചിന്റെ മിത്രത്തെ, അള്ളാഹുവിന്റെ ശത്രുവിനെ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു മലർത്തിക്കിടത്തി. അയാളെ നെഞ്ചത്ത് കയറി കഴുത്തിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് അലി ബിൻ അബീ ത്വാലിബ്. ഓർക്കണേ, എല്ലാരും ഓർക്കണേ, ഇസ്ലാമിന്റെ ശത്രുവിനെ യുദ്ധരംഗത്ത് മലർത്തിക്കിടത്തിയിട്ട് നെഞ്ചത്ത് കയറിയിരുന്ന് ഇടത്തെ കൈ കൊണ്ട് കഴുത്തിൽ പിടിച്ചിട്ട് വലത്തെ കൈ കൊണ്ട് ദുൽഫുഖാർ എന്ന വാള് ഓങ്ങിങ്ങനെ നിൽക്കുകയാണ്. ആര്? അലി ബിൻ അബീ ത്വാലിബ്. വാളിങ്ങനെ ഓങ്ങി നിൽക്കുമ്പോ അടി കിടന്ന് ശത്രു കാർക്കിച്ച് അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ മുഖത്തേക്ക് ഒരൊറ്റ തുപ്പാണ്. നമ്മളാണെങ്കിലോ? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ആലോചിച്ചേ, ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോ ഫ്രണ്ടിൽ ഒരു സ്ത്രീ ഛർദിച്ചാൽ പണ്ടാരടങ്ങ് ശ്രദ്ധിച്ചൂടെ നിങ്ങൾക്ക് എന്നൊരു ഛർദലിന്റെ അംശം മുഖത്തായ ചോദിക്കുന്നവരാ നമ്മള്. അലിയാര് തങ്ങള് ശത്രുവിനെ മലത്തിക്കിടത്തിയിട്ട് ഏത് മരണം ഏതാനും തുമ്പത്തെത്തി നിൽക്കുമ്പോൾ പോലും അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ മുഖത്തേക്ക് കാർക്കിച്ചൊരൊറ്റ തുപ്പ. എനിക്ക് കേട്ടോളി, അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു എന്ത് ചെയ്യും? മുഖത്തേക്ക് തുപ്പിയ അള്ളാഹുവിന്റെ ശത്രുവിന്റെ കഴുത്തരിയിലെ അലി റളിയല്ലാഹു വാളൊരൊറ്റേറ ആ നെഞ്ചത്ത് എണീറ്റ് ചിരിച്ചുകൊണ്ടെങ്ങ് പോന്ന് കണ്ടെന്നൊരു ചോദിച്ചു. അല്ല അലി, അള്ളാഹുവിന്റെ ശത്രുവിനെ മലർത്തിക്കിടത്തി എന്നിട്ട് വാളോങ്ങിയിട്ട് വിട്ടു പോരെ, അതും മുഖത്ത് കാർക്കിച്ചു തുപ്പിയപ്പോ. ഇനി ഓർത്തോളി, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഓർത്തോളി, അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ശത്രുവിനെ കൊല്ലാൻ കിട്ടിയിട്ട് കാർക്കിച്ച് മുഖത്ത് തുപ്പിയ എണീറ്റ് പോരെയാണ്. അപ്പൊ ശത്രുക്കൾ ചോദിച്ചു, എന്തേ അള്ളാഹുവിന്റെ ശത്രുവിനെ കൊല്ലാതെ വിട്ടത്? അപ്പൊ അലിയാർ തങ്ങൾ പറയാൻ, ഞാനവനെ മലർത്തിക്കിടത്തുമ്പോ അവൻ അള്ളാന്റെ ശത്രുവാൻ. ഞാനവന്റെ കഴുത്തിൽ മുറുക്കി പിടിച്ചപ്പോ അവൻ അള്ളാന്റെ ശത്രുവാൻ. ഞാനവന്റെ നേരെ വാളോങ്ങിയപ്പോ അവൻ അള്ളാന്റെ ശത്രുവാൻ. അവൻ എന്റെ മുഖത്ത് തുപ്പിയപ്പോ അവൻ എന്റെ ശത്രുവാൻ. അങ്ങനെ ഒരു ശത്രുതയില്ല. നാളെ അലിയുടെ മുഖത്ത് തുപ്പിയതിന്റെ പേരിൽ ഞാൻ അയാളെ കൊന്നു എന്ന് വരും. അത് പാടില്ല. ആലോചിച്ചോ, അത് പാടില്ല, അത് പാടില്ല. നോക്കണം, ഇതാണ് സ്വഹാബത്തിന്റെ ചര്യ. എങ്ങനെ? മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയവനെ കൊല്ലാൻ കിട്ടിയിട്ട് സ്വന്തം വ്യക്തിപരമായി വൈരമില്ലെന്ന് തെളിയിച്ച് എഴുന്നേറ്റ് പോരുകയാണ് അലി ബിൻ അബീ ത്വാലിബ്. തീർന്നില്ല. നിങ്ങൾക്കറിയാലോ, ഒരു രാജ്യത്തിന്റെ ഖലീഫ 20 ഭൗതിക സാമ്രാജ്യങ്ങളെയും ഏകാത്മീയ സാമ്രാജ്യത്തെയും ഭരിച്ച മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു കൊന്നു. ശത്രുക്കൾ അറിയാലോ, സുബൈ നമസ്കാര സമയത്ത് കൊന്നു. സഫുകളിൽ വെച്ച് മെഹ്റാബിൽ വെച്ച് കൊന്നു. കുത്തുകിട്ടി. അവിടുന്ന് അദ്ദേഹം അങ്ങനെ മരിച്ചുപോയി. എല്ലാവർക്കും അറിയാം. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഒരു മകൻ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ മകൻ, ബാപ്പാന്റെ മകൻ, ലോകത്തിന്റെ ഏറ്റവും നീതിബോധത്തോടുകൂടി രാജ്യത്തെ ഭരിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അദ്ദേഹത്തെയാ കൊന്നത്. ആ കൊന്നവരുടെ ഗൂഢാലോചനയിൽപ്പെട്ട ഉർസുമാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യനെ കുറിച്ചുള്ള വിവരം കിട്ടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ മകന്. അങ്ങനെ അവനെ പോയി കൊന്നു. ബാപ്പാനെ കൊന്നതിന് പ്രതികാരം ചോദിച്ചു. ഓർത്തോളി ചരിത്രം. ബാപ്പാനെ കൊന്ന ആരാണ് ഈ ബാപ്പ? ലോകത്തിന്റെ അമീറാണ്, മുസ്ലിങ്ങളുടെ നേതാവാണ്, സ്വർഗം കിട്ടുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞ മഹാനാണ്, ഇമാമത്ത് നിൽക്കുന്നിടത്താണ്, ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. കേവലം ഒരു ഇമാമിനെയല്ല, 20 ഭൗതിക സാമ്രാജ്യങ്ങളെ ഭരിച്ച അമീറുൽ മുഅ്മിനീൻ എന്ന് പറയുന്ന നീതിയുടെ മകുടോദാഹരണമായ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഒരു ഭരണമുണ്ടെങ്കിൽ അത് ഉമറിനെ പോലെയുള്ളവർ ഭരിക്കണമെന്ന് മഹാത്മജി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി പറഞ്ഞിട്ടുള്ള ആ ഉമർ ഇബ്നുൽ ഖത്താബ്, ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു കൊന്നത് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയെ, ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരാളെ കൊന്നാൽ, അതുപോലെ തന്നെ അമേരിക്കയുടെ പ്രസിഡന്റിന് ഒരാൾ കൊന്നാൽ എന്തായിരിക്കും ആ വികാരം? അത്തരം ഒരു വൈകാരികതയിൽ സ്വന്തം ബാപ്പാനെ കൊന്ന ആ ഗൂഢാലോചനയിൽപ്പെട്ട ഉർസുമാൻ എന്ന് പറയുന്ന മനുഷ്യനെ ആര് കൊന്നു? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ മകൻ കൊന്നു. സ്വാഭാവികമായി മുസ്ലിങ്ങൾ അതിനെ അംഗീകരിക്കില്ലേ? മുസ്ലിങ്ങൾ നല്ല കാര്യമായി പറയില്ലേ? പക്ഷേ നിങ്ങൾ അറിയണം, ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ ഖലീഫയായി തെരഞ്ഞെടുക്കുന്ന മീറ്റിംഗിൽ, ആ ചർച്ചയിൽ അലി ഇബ്നു അബീ ത്വാലിബ് എഴുന്നേറ്റ് നിന്ന് ഒരു കാര്യം പറഞ്ഞു. എന്താണ് ആ കാര്യം? ഇസ്ലാമിക ഭരണകൂടത്തിൻ കീഴിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിനെ കൊന്ന ആ ഗൂഢാലോചന കമ്പനിയിലെ ഒരാളെ
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ മകൻ കൊന്നിട്ടുണ്ട്. അതിന് പ്രതിക്രിയ ചെയ്യാതെ അഥവാ സ്വന്തം കൈകളിൽ നിയമത്തെ എടുക്കാനുള്ള അവകാശം ഇസ്ലാമിക ഭരണകൂടത്തിൽ ഒരു പൗരനില്ല. ബാപ്പയെ കൊന്നവനെ തിരിച്ചു കൊല്ലാൻ നമുക്ക് അവകാശമില്ല. അതുകൊണ്ട് തന്നെ അതിന് പ്രതികാരം ചെയ്തിട്ടല്ലാതെ, അതിന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ മകനെ സ്വന്തം ബാപ്പാനെ കൊന്നിട്ട് ആ കൊന്ന ഗൂഢാലോചനയിൽ പങ്കെടുത്തവനെയാ കൊന്നത്. ഒരു രാജ്യത്തിന്റെ നേതാവിന്റെ മകനാ കൊല്ലണത്. ന്യായീകരണം ഉണ്ടാകാൻ അവസരമുണ്ട്. എന്നിട്ട് പോലും ഇസ്ലാം പഠിച്ചിട്ടുള്ള, ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ദീന് പഠിച്ചിട്ടുള്ള നീതിയുടെ കാവലാളുകളായ യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ് ശുഹദാഅ ലില്ലാഹ് വലൗ അലാ അൻഫുസികും വബിൽ വാലിദൈനി വൽ അഖ്റബീൻ ഇൻ യകൂനൂ ഗനിയ്യൻ ഔ ഫഖീറാ എന്ന് സൂറത്തുൽ നിസായിലെ 135 നിന്ന് പാഠം പഠിച്ച വലാ യജ്രിമന്നകും ശനാന ഖൗമിൻ അലാ അല്ലാ തഅദിലു അദിലു ഹുവ അഖ്റബു ലിത്തഖ്വാ എന്ന് ഖുർആനിന്റെ 5-ാം അധ്യായം 8 നിന്ന് പഠിച്ച മഹാന്മാരായ സഹാബത്ത് പറയണുണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ മകനോട് പ്രതിക്രിയ ചെയ്യണം. എങ്ങനെയുണ്ട്? ഇതാ ഇസ്ലാം.